എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ ഫ്രൈഡേ വിസ്ഡം വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം എല്ലാവർക്കും അറിയാം, നീട്ടിവെക്കലിനെ നമുക്ക് എങ്ങനെ മറികടക്കാം എന്നുള്ളതാണ്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് വർഗീസേട്ടനെ ക്ഷണിക്കാം. വർഗീസേട്ട നമസ്കാരം. വർഗീസൻ നമ്മുടെ നാഷണൽ കോർഡിനേറ്റർ ആണ്. അദ്ദേഹം സ്വയം പരിചയപ്പെടുത്തി സംസാരിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ വർഗീസ് മാത്യു, ന്യൂഡൽഹിയിലാണ്. ഈ ഒളിമ്പസിന്റെ പ്രസ്ഥാനമായിട്ട് ഒരു 8 വർഷമായിട്ട് തുറന്നു വരുന്നു. ഇപ്പൊ ഇവിടെ ഞാൻ ഒരു ആകസ്മികമായിട്ടാണ് ഇവിടെ എത്തിയത്. പക്ഷെ ഞാൻ അന്വേഷിച്ചിരുന്ന പല സംഗതികളും അതും ഇവിടെ വന്ന് അതിന് കൂടുതൽ ക്ലാരിറ്റി കിട്ടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. അതുമായിട്ട് സെർവ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് നമ്മളൊരു ഇക്കോ വില്ലേജ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ഉണ്ടാവും അങ്ങനെയുള്ള ഒരു പ്രവർത്തനങ്ങളായിട്ട്. അപ്പൊ അതിന്റെ കൂടെയാണ് നമ്മൾ ഈ PSP കോഴ്സ്, അങ്ങനെ പല കോഴ്സുകൾ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ ഇക്കോ വില്ലേജിലേക്ക് വരുന്നവർക്ക് കുറച്ച് അവരെ ഒന്ന് തയ്യാറാക്കി കൊണ്ടുവരിക എന്നുള്ളതാണ്. കാരണം പലരും പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരായിരിക്കും. അതുകൊണ്ട് അവർക്ക് അവരുടേതായിട്ടുള്ള ബോധ്യങ്ങൾ ഇവിടെ വരുമ്പോൾ സസ്റ്റൈനബിലിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ സമഗ്ര സസ്റ്റൈനബിലിറ്റി പഠിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനമാണിത്. സാധാരണ ഈ സസ്റ്റൈനബിലിറ്റി, സുസ്ഥിരത, സ്വാശ്രയത്വം എന്നൊക്കെ പറയുമ്പോൾ ഓരോരോ ആസ്പെക്ട് മാത്രമേ ഓരോരുത്തരും കൈകാര്യം ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് എന്ത് പറ്റുന്ന വെച്ചാൽ അത് പൂർണ്ണമാകുന്നില്ല. അപ്പൊ പൂർണ്ണമായിട്ടൊരു ആൻസർ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനായിട്ടുള്ള ഒരു ഇതാണ് ഡീപ്പ് ഇക്കോളജിക്കൽ, അതായത് പ്രകൃതിയുടെ ആഴപ്രകൃതി ശാസ്ത്രത്തിൽ നിന്ന് തന്നെ ഒന്നിക്കൊണ്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് ഇവിടെ കൊണ്ടുവരുന്നത്. അപ്പൊ ഒളിമ്പസ് ദർശനം എന്ന് പറഞ്ഞ സന്തോഷിന്റെ ഒളിമ്പസ് ദർശനത്തിന്റെ ബേസിലാണ് അത്. ആഴപ്രകൃതി ശാസ്ത്രത്തിന്റെ ഒരു തത്വശാസ്ത്രമാണത്. എക്കോസോഫി, അങ്ങനെ പുള്ളി ഒരു എക്കോസോഫറാണ്. അപ്പൊ പുള്ളിയുടെ ഒരു ദർശനത്തിന്റെ ബേസിലാണ് ഇത് മൊത്തം നമ്മളിവിടെ രൂപീകരിച്ചിരിക്കുന്നത്. ഈ കോഴ്സ് ഇപ്പം കൊണ്ടുവരുന്നത് നമ്മൾ പാറ്റേൺ ഷിഫ്റ്റ് പ്രോട്ടോകോൾ എന്ന് പറയും. അപ്പൊ ഇത് നിങ്ങളുടെ പല ബോധ്യങ്ങളും പല കാഴ്ചപ്പാടുകളും നമ്മുടെ കയ്യിലുണ്ട്. മനസ്സിൽ എന്താണ് എഴുതിയിരിക്കുന്നത് വെച്ചാൽ അതനുസരിച്ചായിരിക്കും നമ്മൾ കാണുന്നത്. അപ്പൊ പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ എന്തോ ലിമിറ്റേഷൻസ് ഉണ്ട്, പലതും ശരിയായിട്ട് നടക്കുന്നില്ല, നമ്മൾ വിചാരിക്കുന്ന പോലെ നടക്കുന്നില്ല, അതിനെന്തോ ലിമിറ്റേഷൻ ഉണ്ട്, അതെങ്ങനെ മാറ്റാമെന്നുള്ള ഒരു അന്വേഷണത്തിൽ നിങ്ങൾ എല്ലാവരും ഓരോ അന്വേഷണങ്ങളിലൂടെ പോകുന്നവരായിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ അതിനൊരു സമഗ്രമായിട്ടൊരു ആൻസർ കൊടുക്കുകയാണ്. അത് ആൻസർ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിന് ബോധ്യങ്ങൾ ഉണ്ടാക്കുക, അതിന്റെ കൂടെ പരിശീലനം ചെയ്യുക. അപ്പൊ എല്ലാ മേഖലയിലും ഒരു ആസ്പെക്ട് മാത്രമല്ല, ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും ടച്ച് ചെയ്തുകൊണ്ടുള്ള ഇതാണ്. അപ്പൊ നമ്മൾ ഇവിടെ ഈ ആദ്യത്തെ കോഴ്സിൽ തന്നെ നമ്മൾ ഏറ്റവും ആദ്യമായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ പലതും മാറ്റിവെക്കാം. നമ്മൾ ഉദ്ദേശിക്കുന്ന പലതും ചെയ്യണമെന്ന് വിചാരിക്കും, എന്നാൽ ഇങ്ങനെ മടി പോലത്തെ ഒരു നീട്ടിവെക്കലുണ്ട്. ആ നീട്ടിവെക്കലിനെ തന്നെ ആദ്യം ഹാൻഡിൽ ചെയ്തെങ്കിൽ മാത്രമേ നമ്മളൊരു തീരുമാനത്തിലെടുക്കാനൊക്കെയുള്ളൂ, തീരുമാനത്തിനനുസരിച്ച് മുന്നോട്ട് പോകാനൊക്കെ ഉള്ളൂ. അപ്പൊ ആ ഒരു ഇത് ആദ്യത്തെ ഇതിലെടുക്കുന്നുണ്ട്. പക്ഷെ അതിന് മുമ്പായിട്ട് ആദ്യത്തെ 14 ദിവസം നമ്മൾ ഇതിന്റെ ബേസിക് ആയിട്ട് നിങ്ങളുടെ മെന്റൽ പാരഡൈം എങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു പരിശീലനമായിരിക്കും. അപ്പൊ അതിനെപ്പറ്റിയാണ് ഇപ്പൊ ഈ പാരഡൈം എങ്ങനെ ഫോം ചെയ്യുന്നു, അതിന്റെ എങ്ങനെയൊക്കെ ചേഞ്ച് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു തിയറി ക്ലാസ് ആണ് ഇപ്പൊ ചെയ്യുന്നത്. അത് ഫ്രീ ആയിട്ട് നമ്മൾ കൊടുക്കുന്നു. കാരണം ഇത് ബോധ്യമായെങ്കിലും മാത്രമേ മുന്നോട്ട് നമ്മൾ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. അപ്പൊ ആ ബോധ്യം ആകാൻ വേണ്ടി ഇതിനെ ശരിക്കും ഫോളോ ചെയ്യുക. പറയുന്നത് വളരെ ഡീപ്പായിട്ടുള്ള ആശയങ്ങളാണ് പറയുന്നത്. അപ്പൊ സമഗ്രതയിലൂടെ നമ്മൾ എല്ലാത്തിനും നേരിടാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. അപ്പൊ അത് മനസ്സിലാക്കി അതനുസരിച്ചിട്ട് പിന്നെ നിങ്ങൾക്ക് ബോധ്യം ആകുന്നതനുസരിച്ച് നിങ്ങൾ ജോയിൻ ചെയ്യുക. അപ്പൊ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് പ്രോഗ്രാം കാണും, പല പ്രോഗ്രാമും കാണും. ഇത് 21 ദിവസത്തെ പ്രോഗ്രാമാണ്. അത് കഴിഞ്ഞിട്ടത് 108 ദിവസത്തേക്ക് പിന്നീട് ഇതിന്റെ ഫർദർ പ്രോഗ്രാംസ് ഉണ്ട്. അപ്പൊ അത് എല്ലാം ഇതിന് മനസ്സിലാക്കുക. നിങ്ങൾ അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് തന്നെ ജോയിൻ ചെയ്യുന്നു. ഇത്രയാണ് എനിക്ക് പറയുന്നത്. എല്ലാവരെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ അവസരം വിനിയോഗിക്കുമെന്ന് ആശംസിക്കുന്നു. താങ്ക് യു വർഗീസ് ഏട്ടാ.
ഓക്കെ, അപ്പൊ നമുക്ക് പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് പൊന്നി ഒളിമ്പ. പാലക്കാട് ജില്ലയിലെ തത്തമംഗലത്തെ നവഗോത്ര ഗുരുകുലത്തിൽ നിന്നാണ് സംസാരിക്കുന്നത്. നമ്മളിവിടെ വർഗീസേട്ടൻ പരിചയപ്പെടുത്തിയപ്പോഴും ഒക്കെ പറയുന്നത് കേട്ടു, ഇവിടെ നമ്മുടെ ഒരു ഇക്കോ വില്ലേജ് അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രകൃതിയോട് ഇണങ്ങിയ ജീവിതം എന്നുള്ളതൊക്കെ. അപ്പോൾ നമ്മളെ പറ്റി കൂടുതലായിട്ട് നമുക്ക് പതിയെ മനസ്സിലാക്കാം. എങ്കിലും നമ്മുടേതൊരു ഗ്രീൻ ക്രോസ് ഫൗണ്ടേഷൻ സെന്റർ ഫോർ ഡീപ്പ് ഇക്കോളജി എന്ന് പറയുന്ന ഒരു ട്രസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ചെറിയ കൂട്ടായ്മയാണ്. നമുക്ക് ഒളിമ്പസ് എന്ന് പറയുന്ന ഒരു പ്രകൃതി തത്വശാസ്ത്ര ദർശനമുണ്ട്. നമ്മൾ പ്രകൃതിയോട് ഇണങ്ങി ഇന്നത്തെ ജീവിത പരിസ്ഥിതിയെ ഇങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് നിലനിൽപ്പ് എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ള സിറ്റുവേഷൻ എങ്ങനെ നമുക്ക് തരണം ചെയ്യാം? എല്ലാവർക്കും അറിയാം, നമുക്ക് ഇന്ന് ടെക്നോളജിയെ ആശ്രയിക്കാതെ ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോയിരിക്കുകയാണ്. അപ്പൊ നമ്മളിങ്ങനെ കണ്ണുടച്ച് പോകുന്ന പോക്കില് എന്തൊക്കെയോ നമുക്ക് നഷ്ടമാകുന്നുണ്ട്. അതിനൊപ്പം തന്നെ നമ്മുടെ പല കാര്യങ്ങളിലുള്ള ശ്രദ്ധ മാറ്റാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ വന്നു ചേരുന്നുണ്ട്. അപ്പൊ ഇതിനിടയിലൊക്കെ നമ്മൾ സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് മെച്ചപ്പെടാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും പൊതുവായിട്ടുള്ള കുറെ പ്രശ്നങ്ങളുണ്ട്, എന്നാൽ വ്യക്തിപരമായിട്ടുള്ള കുറെ പ്രശ്നങ്ങളുണ്ട്. ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിട്ട് കാര്യമില്ല. അതിനെ ഒക്കെ നിഷ്പ്രഭമാക്കുന്ന രീതിയിൽ ഒന്നോ രണ്ടോ ദുശീലങ്ങൾ ഉണ്ടെങ്കിലും മതിയല്ലോ. അപ്പൊ അത്തരത്തില് ഉള്ള കാര്യങ്ങളെ പറ്റി ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ അതിലൊരു ദുശീലത്തെ അല്ലെങ്കിൽ ദുശീലം എന്ന് വിളിക്കുന്ന നമ്മുടെ ഒരു ശീലത്തെ പറ്റി വിശദീകരിക്കുന്ന ഒരു സെഷനാണ് ഇന്ന് നൽകാൻ പോകുന്നത്. അപ്പൊ ഇന്ന് നമ്മുടെ സെഷന് പ്രധാനമായിട്ട് 3 ഘട്ടങ്ങളാണുള്ളത്. അവതരണമാണ് ആദ്യം ഉണ്ടാവുക, രണ്ടാമതായിട്ട് ചോദ്യോത്തരവേളയാണ്. വിഷയത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ എല്ലാവരും അതിൽ കൂടുതലായിട്ട് ചോദിച്ചേ പറ്റൂ. മൂന്നാമതായിട്ട് ഇവാലുവേഷൻ, നിങ്ങൾക്ക് എന്ത് മനസ്സിലായി അല്ലെങ്കിൽ എന്ത് തോന്നി എന്നുള്ളത് കൂടെ ഒന്ന് അവതരിപ്പിക്കുക എന്നുള്ളതാണ് ദയവായി പറയാനുള്ളത്. കാരണം എല്ലാവരും സെഷൻ അവതരിപ്പിച്ച് കഴിഞ്ഞ ഉടനെ പലരും പോവാറുണ്ട്. അപ്പോൾ ബാക്കി ചോദ്യോത്തരങ്ങളിലാണ് നമുക്ക് കൂടുതലായിട്ട് വിവരങ്ങൾ കിട്ടാൻ സാധ്യതയുള്ളത്. മാത്രമല്ല, നിങ്ങൾ ആരൊക്കെ വന്നു, എന്തൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്തു, ഞങ്ങൾ അവതരിപ്പിച്ചു, പക്ഷെ അത് നിങ്ങൾക്ക് ഗുണകരമായോ പ്രയോജനപ്പെട്ടോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണമല്ലോ. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഇവാലുവേഷനും കൂടി കഴിഞ്ഞേ പോകാവൂ എന്നൊരു അപേക്ഷയുണ്ട്. അപ്പോ പുതിയതായിട്ട് വന്നിട്ടുള്ള ഒരാളുണ്ട്, നമുക്ക് അവസാനമായിട്ട് പരിചയപ്പെടാം. അപ്പൊ എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കുക. നമ്മുടെ ശീലത്തെ നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ പ്രകൃതിയുടെ നിയമങ്ങൾ ഉപയോഗിച്ച് തന്നെ എങ്ങനെ തരണം ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പറയുന്നത്. അപ്പൊ വർഗീസേട്ടൻ സൂചിപ്പിച്ചു, നമുക്ക് PSP എന്ന് പറയുന്ന പാറ്റേൺ ഷിഫ്റ്റ് പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു കോഴ്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 21 ദിവസത്തെ കോഴ്സാണ്. ആ കോഴ്സിലെ ആദ്യത്തെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഈ നീട്ടിവെക്കലിനെ എങ്ങനെ നമുക്ക് മാറ്റിവെക്കാം എന്നുള്ളത്. അതിൽ പലരും ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നവർ പലരും ഇതിലുണ്ട്. അപ്പൊ എല്ലാവർക്കും ആ ഒരു കോഴ്സിലേക്ക് എല്ലാവരെയും ആ കോഴ്സിലേക്ക് സ്വാഗതം ചെയ്യാണ്. മാത്രമല്ല, ആ ഒരു ശീലത്തെ എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാമെന്ന് ബുദ്ധിമുട്ടുള്ളവരെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു വഴിയായിട്ട് ഈ വെബിനാറിനെ കാണാം. അപ്പൊ എല്ലാവരെയും ഒരിക്കൽ കൂടി വെബിനാറിലേക്ക് സസന്തോഷം സ്വാഗതം ചെയ്യുന്നു. സെഷൻ അവതരിപ്പിക്കുന്നത് എല്ലാവർക്കും അറിയാം, സന്തോഷ് ഒളിമ്പസ് എന്ന ഞങ്ങളുടെ ഏട്ടനാണ്. അപ്പോ ഏട്ടൻ ഒരു ഡീപ്പ് ഇക്കോളജിസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഇക്കോ സഫർ എന്ന് പറയാം. പ്രകൃതിയെ അതിന്റെ ഫിലോസഫിക്കലായിട്ടും സയന്റിഫിക് ആയിട്ടുള്ള വിശദീകരണത്തിലൂടെ നമുക്ക് പരിചയപ്പെടുത്തുന്നു എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു പ്രകൃതിയുണ്ട്, അതിനേക്കാൾ കുറച്ച് ആഴത്തിൽ മനസ്സിലാക്കാനായിട്ട് എങ്ങനെ സാധിക്കാം എന്നുള്ളതാണ് നമ്മുടെ വിശദീകരണങ്ങളിലൂടെ ഒക്കെ നമ്മൾ പഠിപ്പിക്കുന്നത്. നമുക്ക് ഒരുപാട് പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട്. ഈ മാസം 13, 14 തീയതികളിൽ ഒരു സഹവാസം നടക്കുന്നുണ്ട്. എല്ലാ ദിവസവും രാവിലെ 6:25 മുതൽ 7:30 വരെ ഒരു പ്രഭാത സത്സംഗ പരിപാടി നടക്കാറുണ്ട്. ഇതിലൂടെയൊക്കെയും പ്രകൃതിയോട് ഇണങ്ങിയ ഒരു ജീവിത രീതി അല്ലെങ്കിൽ ഒരു ജീവിത ഒരു വഴി നമ്മൾ പരിചയപ്പെടുത്തുകയാണ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഉണ്ടെന്ന് പറയാൻ മാത്രമാണ് ചെയ്യുന്നത്. അത് കൂടുതൽ നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്യുക, ബന്ധപ്പെടുക, ബന്ധത്തിലായിരിക്കുക. അതിന് ലിങ്കുകൾ ഉണ്ട്, ഒരുപാട് ഗ്രൂപ്പുകൾ ഉണ്ട്, എല്ലാത്തിലും ജോയിൻ ചെയ്യുക. നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട്, എല്ലാവരും കാണുക. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എത്രയും പെട്ടെന്ന് മാറ്റങ്ങൾ വരുത്താനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു സെഷൻ അനുഭവം അറിവും ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. സെഷൻ അവതരണത്തിലേക്കായിട്ട് സന്തോഷേട്ടനെ ക്ഷണിക്കുന്നു. ഏട്ടൻ നമസ്കാരം. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം, ശുഭരാത്രി. മുഖം ഉള്ളവരുണ്ട്, മുഖം ഇല്ലാത്തവരുണ്ട്. മുഖം ഉള്ളവർക്ക് നമസ്കാരം, മുഖം ഇല്ലാത്തവർക്ക് നാട്ടുനടപ്പനുസരിച്ച് നല്ല നമസ്കാരം. അപ്പോ നേരത്തെ പൊന്നിയും വർഗീസേട്ടനും ഒക്കെ പറഞ്ഞതുപോലെ എന്റെ പേര് സന്തോഷ് ഒളിമ്പസ് എന്നുള്ള പേരിൽ എന്നെ കുറിച്ച് അറിയണമെങ്കിൽ സന്തോഷ് ഒളിമ്പസ് എന്ന് ഗൂഗിൾ ചെയ്താൽ കിട്ടും. പിന്നെ
പാലക്കാട് ജില്ലയിൽ തത്തമംഗലത്ത് നവഗോത്ര ഗുരുകുലത്തിൽ ഇരുന്നാണ് ഇപ്പൊ സംസാരിക്കുന്നത്. താമസം പാലക്കാട് ജില്ലയിൽ ആലത്തൂർ പാടൂരുള്ള ഗ്രീൻ ക്രോസ് ഇക്കോ വില്ലേജിലാണ്. അതിന്റെ അംഗങ്ങളാണ് ഇവിടെ ഇരിക്കുന്ന പലരും. നമ്മൾ ഇനി വരാൻ പോകുന്ന ഒരു 3-4 കൊല്ലത്തിനുള്ളിൽ വെളിയിൽ പോയി ജീവിക്കാനുള്ള പരിപാടികളൊക്കെ നിന്നു പോകും എന്ന് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. പൊതുലോകത്തെ പൊതു മാർക്കറ്റിനെ, ചന്തയെ ആശ്രയിച്ചുകൊണ്ടുള്ള ജീവിതം നിന്നു പോകും അധികം വൈകാതെ. ചന്ത എന്ന് വെച്ചാൽ മനസ്സിലായല്ലോ, എല്ലാം പൈസ കൊടുത്താൽ എന്തും കിട്ടുന്ന സ്ഥലം. 2 കൊല്ലം മുമ്പ് എല്ലാം നിന്നു പോയപ്പോൾ നമ്മളൊന്ന് അന്താളിച്ചതാണ്. പക്ഷെ തുറന്നു വിട്ടപ്പോൾ നമ്മൾ വിചാരിച്ചു എല്ലാം തീർന്നു. ഇനി ഇതിലും വലുത് വരാൻ പോകുന്നു, പലതും കൊണ്ട് പൂട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതിനെ അതിജീവിക്കണമെങ്കിൽ എന്താണ് അറിയേണ്ടത്, എന്താണ് വേണ്ടത് എന്നുള്ളത് പഠിക്കുകയും പരിശീലിക്കുകയും ചെയ്യാണ് ഞങ്ങൾ ഗ്രാമത്തിൽ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഇപ്പൊ നമ്മൾ കൂടിയിരിക്കുന്നത് വെച്ചാൽ നീട്ടിവെക്കുന്ന സ്വഭാവം പലർക്കും ഉണ്ട്. പല കാര്യങ്ങളും നീട്ടിവെക്കും. പലതും പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ചെയ്യാനുണ്ടാവും, പക്ഷെ ചെയ്യൂല, പകരം അതിന് നീട്ടിവെക്കും. നീട്ടിവെക്കുന്നത് എങ്ങനെയാണ് നമുക്ക് തടസ്സമാകുന്ന കാര്യം നമുക്കറിയാം. അത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പൊ ഫോൺ ബില്ല് അടയ്ക്കാൻ വീട്ടിൽ നിന്ന് ഏൽപ്പിച്ചിട്ടുണ്ടാവും. നമ്മളത് നീട്ടിവെച്ച് അവസാനം ഫോണ് കട്ടായി കഴിഞ്ഞ് വീട്ടിൽ നിന്ന് വഴക്ക് കേൾക്കുമ്പോഴായിരിക്കും നമ്മൾ മനസ്സിലാക്കുക ആയല്ലോ എന്നുള്ളത്. ഇതൊക്കെ ചെറിയ കാര്യം. വലിയ കാര്യങ്ങൾ നീട്ടിവെക്കൽ ഉണ്ടാക്കിയിട്ട് ജീവിതത്തിൽ തന്നെ വഴിതിരിച്ചു വിടുന്നവരാണ് നമ്മൾ പലരും. അങ്ങനെയുള്ളപ്പോ നമ്മുടെ സസ്റ്റൈനബിലിറ്റി അല്ലെങ്കിൽ നിലനിൽപ്പ് എന്നുള്ള ഒരു അവസ്ഥ പ്രശ്നത്തിലാണ്. അപ്പൊ അതിനെ അതിജീവിക്കണമെങ്കിൽ നമ്മൾ ചിലത് ചെയ്യണം എന്ന് പറയുമ്പോൾ നമുക്കതൊന്നും ബാധകമല്ല. കാരണം നമ്മളെ വളരെ ചെറിയ കാര്യങ്ങൾ വരെ നീട്ടിവെക്കുന്നതാണ്. അപ്പൊ പിന്നെ വലിയ കാര്യങ്ങൾ, ജീവിതത്തെ മൊത്തത്തിൽ നീട്ടിവെക്കുന്നത് നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുമൊന്നുമില്ല. എന്തായാലും ഞങ്ങളിവിടെ ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. ഈ പറഞ്ഞല്ലോ, ഈ ലോക്ക്ഡൌൺ വരുന്ന കാര്യമൊക്കെ നിങ്ങൾ ലോക്ക്ഡൌൺ വന്നപ്പോഴായിരിക്കും അറിഞ്ഞിട്ടുണ്ടാവുക. ഞങ്ങൾ 1991 മുതൽ ഇങ്ങനെ വരുന്നു എന്നുള്ള കാര്യം അറിയുന്ന ആളുകളാണ്. അപ്പോൾ 94 നമ്മുടെ ഈ ഒരു ഗ്രൂപ്പിന്റെ കമ്മ്യൂണിറ്റി ഫോം ആവുന്നത്. ഞങ്ങൾ ഉണ്ടായത് 1981 ഞങ്ങൾ 1994 ഞങ്ങൾ കമ്മ്യൂണിറ്റി ആയിട്ട് ഫോം ആവുന്നത്. അന്ന് മുതൽ ഇങ്ങനെ വരുന്ന സമയത്ത് അതിജീവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചുള്ള പഠനങ്ങളാണ് നടത്തുന്നത്. അപ്പൊ അതിന് വേണ്ടി ഒരുപാട് സാമൂഹ്യ പ്രവർത്തകരും പരിസ്ഥിതി താല്പര്യമുള്ളവരും ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാൻ താല്പര്യമുള്ള ഒരുപാട് പേര് നമ്മുടെ കൂടെ വന്ന് താമസിക്കാനൊക്കെ തുടങ്ങി. പക്ഷെ ഇവർക്കൊക്കെ തന്നെ 100 പ്രശ്നങ്ങളാണ്. ചിലർക്ക് സാമ്പത്തികമായിട്ട് വലിയ പ്രശ്നങ്ങൾ, വീട്ടിൽ പെങ്ങളെ കെട്ടിച്ച് വിടാറുണ്ട്, പണമില്ല, പക്ഷെ ഇയാൾക്ക് ഈ പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ട്. ചിലർക്ക് ആരോഗ്യ പ്രശ്നങ്ങളാണ്, ചിലർക്ക് മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങളാണ്, മറ്റു ചിലർക്ക് ബന്ധങ്ങളിലുള്ള പ്രശ്നങ്ങളാണ്. ഈ പ്രശ്നങ്ങളൊക്കെ വെച്ചിട്ട് സാമൂഹ്യ പ്രവർത്തനം ചെയ്യാൻ വരുന്ന സമയത്ത് സാമൂഹ്യ പ്രവർത്തനം അല്ല ഒരു പ്രവർത്തനവും നടക്കൂല. അപ്പോ ഇവരുടെ പ്രശ്നങ്ങൾ മാറ്റി, ഇപ്പൊ സാമ്പത്തിക പ്രശ്നങ്ങൾ മാറ്റണമെങ്കിൽ സാമ്പത്തിക സ്രോതസ് ഉണ്ടാക്കി കൊടുത്താൽ എല്ലാ പ്രശ്നങ്ങളും തീരുന്നതാണ് സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ വരെ പറയാം. പോവില്ല. ആ സമ്പത്തിനെ സ്വീകരിക്കാനുള്ള മനോഭാഗം അവർക്കുണ്ടെങ്കിൽ മാത്രമേ, ആ സമ്പത്തിനെ ഉരുവാക്കാനുള്ള മാനസിക ചിത്രം അല്ലെങ്കിൽ മെന്റൽ പാരഡൈം ഉണ്ടെങ്കിൽ മാത്രമേ അവരിലേക്ക് പണം ഒഴുകി വരികയുള്ളൂ. അതില്ലാത്തിടത്തോളം അവർക്ക് വേണ്ടി നമ്മൾ എന്ത് സ്രോതസ് ഉണ്ടാക്കി കൊടുത്താലും നിലനിൽക്കില്ല. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ അങ്ങനെ തന്നെ, ബന്ധങ്ങളുടെ കാര്യത്തിൽ അങ്ങനെ തന്നെ, എല്ലാം പാറ്റേണുകളിൽ കുടുങ്ങി നിൽക്കുന്ന ആളുകളാണ്. അപ്പൊ ഈ പാറ്റേണുകളെ മാറ്റാതെ നമുക്ക് യാതൊരു കാര്യമില്ല എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഈ 94 മുതൽ ആദ്യം ചെന്നൈയിലും പിന്നെ 98 മുതൽ കേരളത്തിലും നമ്മുടെ കൂട്ടുജീവിത കേന്ദ്രത്തിലെ ആളുകൾ ഒരുമിച്ച് ജീവിക്കുന്ന സ്ഥലത്ത് അവിടെ കൂടെ ജീവിച്ച ആളുകളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്നുള്ള രീതിയിൽ ചെറിയൊരു കാര്യം കൊടുക്കും. അത് ശരിയാകാൻ ചില ആളുകൾ ശരിയാവും, ചില ആളുകൾ വർക്ക് ചെയ്യില്ല, അപ്പൊ അത് മാറ്റി കൊടുക്കും. അങ്ങനെ കൊടുത്ത് കാലങ്ങൾ കൊണ്ട് ഡെവലപ്പ് ചെയ്തെടുത്ത 10-28 കൊല്ലം കൊണ്ട് ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു സിസ്റ്റം. ആ സിസ്റ്റത്തെ ഞങ്ങളുടെ ഇപ്പൊ ഇക്കോ വില്ലേജ് ഉണ്ടാക്കുന്നതിൽ കൂടുതൽ ആളുകളെ കൂടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, കൂടുതൽ ആളുകളെ കണ്ടെത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾ ഇതാണ്. നിങ്ങളുടെ മാറ്റങ്ങൾക്ക് വേണ്ടി ഞങ്ങളിത് പഠിപ്പിച്ചു തരുന്നു. നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും എന്ത് മാറ്റമാണ് നിങ്ങൾ വരേണ്ടത്, നിങ്ങൾക്ക് എവിടെ വരെ പോകാൻ പറ്റും, എന്താണ് നിങ്ങളുടെ പരിമിതി, എന്താണ് നിങ്ങളുടെ സാധ്യത എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അത് മനസ്സിലായി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അതിന്റെ അടിസ്ഥാന നിയമങ്ങൾ മനസ്സിലാവും. നമ്മൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത്, എന്ത് പ്രശ്നത്തിലാണ് ജീവിക്കുന്നത് എന്ന് കൂടി മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും കുറച്ചു പേരെങ്കിലും ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്യും. ഇവിടെ വന്നിട്ടുള്ള ഭൂരിഭാഗം പേരും ഞങ്ങളുടെ കൂടെയുള്ളവരാണെന്ന് പറഞ്ഞല്ലോ. അവരൊക്കെ തന്നെ ഇതുപോലുള്ള ഓരോ കോഴ്സുകളിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നവരാ. വന്ന് അതിന്റെ ക്വാളിറ്റി മനസ്സിലാക്കി ജീവിതത്തിൽ അതിന്റെ ഫലം കണ്ടിട്ട് ഇപ്പൊ പോകുന്ന പോക്ക് ശരിയല്ലാതെ കൂടെ മനസ്സിലായിട്ട് കൂടെ കൂടിയവരാണ്. അപ്പൊ നിങ്ങളിൽ പുതിയതായിട്ട് വന്നിട്ടുള്ള ആളുകൾക്കും അങ്ങനെ കൂടണമെങ്കിൽ കൂടാം. ഇനി അതല്ല പഠിച്ചിട്ട് പോകണമെങ്കിൽ പോകാം. അത് സൗകര്യം പോലെ. വിഷയത്തിലേക്ക് കയറാം നമുക്ക്. അപ്പോ വിഷയത്തിലേക്ക് കയറുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് എന്തെങ്കിലും കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം. ഓക്കെ. അപ്പോ ഈ നീട്ടിവെക്കുന്ന സ്വഭാവം എല്ലാവർക്കും ഉണ്ട്. ഞാനൊരു
നീട്ടിവെക്കലിന്റെ രാജാവാണ്. എന്നുവെച്ചാൽ പല കാര്യങ്ങളും ഞാൻ ഭയങ്കരമായിട്ട് നീട്ടിവെക്കാറുണ്ട്. പക്ഷെ ആ നീട്ടിവെക്കലിന്റെ പലപ്പോഴും ഉണ്ടാവുന്ന സംഭവം എന്ന് പറയുന്നത് അതിന് പെർഫെക്ഷൻ എന്നുള്ള സംഭവത്തെ കരുതിയിട്ടാണ്. ഞാൻ പലപ്പോഴും ഒരു കാര്യത്തെ നേടണമെങ്കിൽ അത് പെർഫെക്റ്റ് ആയിട്ട് ആയിരിക്കണം, അത് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാകണം എന്നുള്ള എൻ്റെ ഒരു വാശിയിട്ട് അതുകൊണ്ട് ഞാൻ നീട്ടിവെക്കും. പക്ഷെ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ അത് നീട്ടി വെക്കുമ്പോഴും ആ സംഭവത്തിന് വേണ്ടി ഞാൻ നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കും, നിർത്തില്ല. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ചില ആളുകളുണ്ട് ഉറക്കം. എന്റെ പരിചയത്തിലൊരു ഏട്ടനുണ്ട്, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാല് ഞാൻ ഒരു അല്പം കിടന്നിട്ട് വരാൻ തുടങ്ങി. ഉറക്കം. ചിലർക്ക് ലേസിയാണ്, ഇപ്പൊ വേണ്ട നമുക്ക് പിന്നെ ചെയ്യാം. പലതരം കാരണങ്ങളാണ്. ശരി, അതൊക്കെ നമ്മൾ ചെയ്താൽ ശരിയാവും. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന കാര്യം പറഞ്ഞ ഉടനെ നമ്മൾ ചെയ്താൽ ശരിയാവുന്നത്. അപ്പോ പ്രധാനമായിട്ടും 4 തരത്തിലാണ് നമ്മൾ കാര്യങ്ങളെ മാറ്റിവെക്കുക. ഒന്ന്, ഈ ചെയ്യുന്ന കാര്യമുണ്ടല്ലോ അത് നമുക്ക് ഉചിതമല്ല, എനിക്ക് ചേർന്നതല്ല, നമ്മളിപ്പോ ചെയ്യേണ്ട കാര്യങ്ങൾ എനിക്ക് പറ്റിയതല്ല എന്നുള്ള ഒരു തോന്നലുള്ളവർ. അപ്പൊ എനിക്ക് പറ്റിയതല്ല എന്ന് തോന്നുന്ന സമയത്ത്, ഇപ്പോ ഞാൻ പഠിക്കണം, അല്ലെങ്കിൽ ഞാനൊരു ജോലിക്ക് പോകണം, അതല്ലെങ്കിൽ ഞാനൊരു കുഴി കുഴിക്കണം, അതല്ലെങ്കിൽ ഞാൻ മരത്തിന്റെ മണ്ടയ്ക്ക് കയറണം, ഇങ്ങനൊരു ഒരു ഉദ്യോഗം എന്ന് വെച്ചാൽ നമ്മൾ ചേർന്നിരിക്കേണ്ടി വരുന്ന ഒരവസ്ഥ, ഒരു പ്രവർത്തനം, ഒരു ഒക്യുപ്പേഷൻ നമുക്ക് വേണ്ടി വരികയാണെങ്കിൽ അത് ചെയ്യുന്നതിന് പകരം നമ്മൾ മറ്റെന്തെങ്കിലും ചെയ്യും. അപ്പൊ ഇത് ചെയ്യുന്നത് എനിക്ക് ഉചിതമല്ല, എനിക്ക് ചേർന്നതല്ല, എനിക്ക് സാധ്യമല്ല എന്ന ഒരു തോന്നലുള്ളപ്പോ സ്വാഭാവികമായിട്ടും നമ്മളെ ആകർഷിക്കുന്ന ഇതിനേക്കാളും മെച്ചപ്പെട്ടതെന്ന് നമുക്ക് തോന്നുന്ന ഒരു കാര്യം മുമ്പിൽ കൂടെ പോയി അതിന്റെ പുറകെ അങ്ങ് പോകും. അങ്ങനെ നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടി, നമ്മളെ നിരന്തരം വഴിമാറ്റി കൊണ്ടുപോകാൻ വേണ്ടി, ഡിസ്ട്രാക്ട് ചെയ്യിക്കാൻ വേണ്ടി ഒരു സാധനം കൂടെ അവർ കണ്ടെത്തി കയ്യിൽ തന്നിട്ടുണ്ട്. അതിന്റെ പേരാണ് മൊബൈൽ ഫോൺ. നിങ്ങൾ എന്തെങ്കിലും ചെയ്യാനൊരുക്കുന്ന സമയത്ത് ഉടനെ തന്നെ ആ മൊബൈൽ ഫോൺ എടുത്തൊന്ന് നോക്കിയിട്ട് പോകാമെന്ന് വിചാരിക്കും. ആ മൊബൈൽ ഫോൺ എന്നുള്ളത് ആർക്കോൺ പ്രോഗ്രാമിംഗ് എന്നുള്ളൊരു സംവിധാനം ഉള്ളതാണ്. എന്നുവെച്ചാൽ നിങ്ങളുടെ മസ്തിഷ്കത്തെ പൂർണ്ണമായിട്ട് പ്രോഗ്രാം ചെയ്യാൻ ശേഷിയുള്ള ചില കാര്യങ്ങൾ അതിനകത്ത് ഇംപ്ലാന്റ് ചെയ്തിട്ടുണ്ട്. ആ സാധനമാണ് കയ്യിലിരിക്കുന്നത്. എന്തിനു വേണ്ടിയാ? സൗകര്യത്തിന് വേണ്ടി. മൊബൈൽ ഫോൺ നമുക്ക് ജീവിക്കാൻ നിർബന്ധമാണോ? അല്ല, ജീവിക്കാൻ ഒട്ടും നിർബന്ധമല്ലാത്തൊരു സാധനമാണ് മൊബൈൽ ഫോൺ. ആരെങ്കിലും നിങ്ങളോട് ഇൻസിസ്റ്റ് ചെയ്യണ്ടോ മൊബൈൽ ഫോൺ വേണമെന്ന് പറയുന്നുണ്ടോ? പക്ഷെ ബാങ്ക് അക്കൗണ്ട് വേണമെങ്കിൽ മൊബൈൽ ഫോൺ വേണം. നിങ്ങൾക്ക് വരുമാനം വേണമെങ്കിൽ ബാങ്ക് അക്കൗണ്ട് വേണം. ഇപ്പൊ ആധാറിന്റെ കാര്യം പറയുന്ന പോലെ ഒന്നും നിർബന്ധമല്ല, പക്ഷെ ഇതില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നൊരു അവസ്ഥയാണ്. അപ്പൊ മൊബൈൽ ഫോൺ കൊണ്ട് എല്ലാവരും ജീവിക്കുന്നു. മൊബൈൽ ഫോൺ കാണാനായിട്ട് ഇങ്ങനെ തെരയുന്ന സമയത്ത് നിങ്ങളെ ആകർഷിക്കുന്ന പല കാര്യങ്ങളും നിങ്ങളെ കൊണ്ട് അങ്ങ് പോകും. അപ്പോ നമ്മൾ യഥാർത്ഥത്തിൽ ഫോക്കസ് ചെയ്യേണ്ട കാര്യം അതെന്തോ ആയിക്കോട്ടെ, കുഞ്ഞിനെ പഠിപ്പിക്കുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മളൊരു ജോലി ചെയ്യുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യുന്ന കാര്യത്തിന് വേണ്ടിയായില്ല, നമുക്ക് നമ്മുടെ ശരീരത്തെ, ആരോഗ്യത്തെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമായിട്ട് അതിൽ ശ്രദ്ധിക്കുന്നതിന് പകരം നമ്മൾ മറ്റൊന്നിലേക്ക് ഡിസ്ട്രാക്ട് ചെയ്തു പോകും. പലപ്പോഴും ആ ഡിസ്ട്രാക്ഷൻ കൊണ്ട് തന്നെ നമ്മൾ ഇപ്പോ ചെയ്യേണ്ട കാര്യം മാറ്റിവെക്കും. ഇപ്പൊ ചെയ്യേണ്ട കാര്യത്തിന് പിന്നെ ചെയ്യാം, ഒന്ന് ഉറക്കത്തിന് ശേഷം ചെയ്യാം, അല്ലെങ്കിൽ മറ്റൊന്ന് കണ്ടിട്ട് ചെയ്യാം, അല്ലെങ്കിൽ വേറൊന്ന് കഴിഞ്ഞിട്ട് ചെയ്യാം എന്ന് കരുതി മാറ്റിവെക്കും. ചെയ്യില്ല എന്നുള്ള നിർബന്ധമല്ല കേട്ടോ, ചെയ്യില്ല എന്ന് നമ്മൾ വെക്കില്ല. ഞാനത് ചെയ്യില്ല എന്ന് വെക്കുകയാണെങ്കിൽ നമുക്ക് നന്നായി, പിന്നെ ബാധ്യതയില്ലല്ലോ. ഞാൻ ചെയ്യില്ല തീരുമാനിച്ചു, അത് തീരുമാനമാണ്. അതുകൊണ്ട് പിന്നെ അതിന്റെ തലയിൽ അതൊരു പ്രശ്നമായിട്ട് കണക്കാക്കേണ്ട കാര്യമില്ല. പക്ഷെ പിന്നെ ചെയ്യാം എന്ന് കരുതി മാറ്റിവെക്കുന്നു, അവിടെയാണ് പ്രശ്നം. അപ്പോ ആ പിന്നെ ചെയ്യാമെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ചെയ്യാനുള്ള പ്രിഫറൻസിന്റെ ഇടയിലേക്ക് വേറൊരു കാര്യം വന്ന് ഇൻട്രൂഡ് ചെയ്യുന്നതാണ്, അതിന്റെ ഇടയിൽ വന്ന് കയറുന്നതാണ്. അതിനാണ് ഡിസ്ട്രാക്ഷൻ എന്ന് പറയാം. നിങ്ങളുടെ ചിന്തയുടെ വഴി തിരിഞ്ഞു പോകുന്ന ഒരവസ്ഥ. വഴിതിരിക്കുന്ന പ്രധാന സാധനം മൊബൈൽ ഫോണാണ്. അതുപോലെ തന്നെ നമ്മളെ ആകർഷിക്കുന്ന ഏതും അതൊരു കാരണമാണ്. ഓക്കെ, ഇതുപോലെ മറ്റൊരു കാര്യമാണ് നമ്മുടെ സ്വഭാവം എന്നുള്ളത്. ചില ആളുകള് ഈ നമ്മുടെ ശരീരത്തിലെ നാഡീവ്യൂഹം ഉണ്ട്. നാഡീവ്യൂഹത്തിന്റെ അകത്തുള്ള സിനാപ്സുകൾ ഉണ്ട്. സിനാപ്സുകൾ എന്ന് പറയുന്നത് ന്യൂറോണുകൾക്കിടയിലുള്ള ഒരു റബ്ബർ ബുഷ് പോലുള്ള സാധനം. ഇത് ഈ ഒരു സ്പന്ദനം വന്നു കഴിഞ്ഞാൽ സ്പന്ദനം അടുത്ത ന്യൂറോണിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന്റെ ഇടയിൽ ആ റബ്ബർ ബുഷ് ഉണ്ട്. ആ റബ്ബർ ബുഷിന്റെ ആ ഒരു പശിമ ഉണ്ടല്ലോ, അത് കൂടിയാൽ, പശിമ കൂടി അത് കല്ലുപോലെയാവും. പശിമ കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കല്ലുപോലെയാവും. കല്ലുപോലെ ആയിക്കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വരുന്ന പൾസ് ഇതിനകത്തേക്ക് പ്രവേശിക്കാൻ ബുദ്ധിമുട്ടാവും. പ്രവേശിച്ചാൽ ഇതിൽ നിന്നും മാറിപ്പോലെ. എന്ന് വെച്ചാൽ പശിമ കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംവേദനം കംപ്ലീറ്റ് ആയിട്ട് അപ്പുറത്തേക്ക് പോകില്ല. കാരണം നമ്മൾ നിൽക്കുന്ന ആ അവസ്ഥയിൽ നിന്ന് മാറിപ്പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഈ ചൂടുള്ള സമയത്ത് മറ്റേ ടാറിട്ട റോഡിലൂടെ ചൂടുള്ള കാലത്ത്, വേനൽക്കാലത്ത് പാലക്കാട് ജില്ലയിൽ കാണാറുള്ളതാണ്. നമ്മൾ റോഡ് പണി നടക്കും.
അപ്പൊ റോഡിൽ ടാറിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 1-2 ദിവസത്തേക്ക് ആ വഴി പോകാൻ പറ്റൂല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ചവിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാലം കൊട്ടും, കാല് പൊക്കിയാൽ ചെരുപ്പിങ് വരൂല. ഏതാണ്ട് അതിൽ കൂടെ നടക്കുന്നത് പോലെ ഉണ്ടാവും നമ്മുടെ പശിമ കാരണം. ഇങ്ങനെ പശിമ കൂടിയ ആളുകളെ നമ്മൾ താളാത്മകതയുള്ളവരെന്ന് പറയാം. താളം ഉള്ളവര്, പശിമയുള്ളവര്. വേറൊരു കൂട്ടരുണ്ട്, ഈ റബ്ബർ ബുഷ് ഉണ്ടല്ലോ, റബ്ബർ ബുഷിന് പശിമ വളരെ കുറയും. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പശ പോലെ മാത്രമേ ഉണ്ടാവുള്ളൂ. എന്ന് വെച്ചാൽ നിങ്ങൾ വലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വിട്ടുവരും, ഒട്ടിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഒട്ടി നിൽക്കും, വീണ്ടും വിട്ടുവരും. എന്ന് വെച്ചാൽ ഒരു തമ്മിൽ ഒരു ബന്ധമില്ലാത്ത രീതിയിലായിരിക്കും. ഇവിടെ നിന്നുള്ള കാര്യം അങ്ങോട്ടേക്ക് പോകില്ല, ഇങ്ങോട്ടേക്ക് മറ്റേ റബ്ബർ ബുഷ് എന്നുള്ള സാധനം. ഇപ്പൊ നമ്മൾ കുമ്പളങ്ങ കൊണ്ട് റബ്ബർ ബുഷ് ഉണ്ടാക്കി എങ്ങനെ ഉണ്ടാവും? ഒരു പ്രഷർ വരുന്നതോടുകൂടി കുമ്പളങ്ങ ചതഞ്ഞറിഞ്ഞത് കാണാണ്ടാവും. അതോടുകൂടി ഈ പുറത്തുനിന്ന് കൊടുക്കുന്ന മർദ്ദം അപ്പുറത്തേക്ക് പോകില്ല, അത് വേറെ ഏതെങ്കിലും വഴിക്കൊക്കെ പോയിന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള അതായത് നമ്മൾ ഇവിടെ നിന്ന് ഒരു സമ്മർദ്ദം അല്ലെങ്കിൽ ഒരു സ്പന്ദനം അങ്ങോട്ടേക്ക് കൊടുക്കുന്ന സമയത്ത് അതിൽ മാറ്റം വന്ന് അത് വഴിതിരിഞ്ഞു പോകുന്നതിനെയാണ് ഡീവിയേഷൻ, കാരണപൂർവ്വക വിഭ്രംശം, റീസൺഫുൾ ഡീവിയേഷൻ അഥവാ റീസൺ ഡീവിയേഷൻ എന്ന് പറയാം. അതിന് പച്ചമലയാളത്തിൽ വേറൊരു കാര്യം പറയും, ഒരു വാക്ക് പറയും, യുക്തി എന്ന്. യുക്തിയുള്ള ആളുകൾക്ക് ഇതുപോലെയാണ്. നമ്മളൊരു കാര്യം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവർക്ക് വേറൊരു കാര്യം വന്ന് അത് ഡിസ്റ്റോർഷൻ ആ വഴിക്ക് പോയി, അത് കഴിഞ്ഞ് ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വേറൊരു വഴിക്ക് പോയി. മലയാളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അസുഖം ഈ യുക്തിയാണ്. മലയാളി ബുദ്ധിയുള്ള ആളാണല്ലോ. കാരണം മലയാളിയുടെ അവൻ ജീവിക്കുന്ന ടെറൈൻ, മറ്റേ മലനാട്, ഇടനാട്, തീരപ്രദേശം, സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് നമ്മൾ. ഇങ്ങനെ ചരിഞ്ഞു കിടക്കുന്ന ലാൻഡ്, ഇവിടെ ഇഷ്ടംപോലെ സ്പൈസസ്, ഇവിടുത്തെ പ്രത്യേകതരം ഭക്ഷണം, ഇതെല്ലാം കൂടെ കഴിച്ച് നമുക്ക് യുക്തി കൂടി കാലങ്ങളായിട്ട് യുക്തി കൂടിയ ആളുകളാണ് നമ്മൾ. ആ യുക്തിയുടെ സ്വാധീനം കൊണ്ട് തന്നെ നൈമിഷികമായി തന്നെ ചിന്തകൾ ഡീവിയേറ്റ് ചെയ്ത് പോകുന്നവരാണ് നമ്മൾ. അപ്പൊ ഈ ഒരു കാര്യം കൊണ്ട് നമ്മൾ വഴിതിരിഞ്ഞു പോകും. അപ്പോ ആദ്യ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, ഈ പശ്ചിമയുള്ള ആളുകളുണ്ടല്ലോ, പശ്ചിമയുള്ള ആളുകളുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ഏതെങ്കിലും ഒരു കാര്യത്തില് ഇപ്പൊ വ്യാപൃതരാണ്, അവർക്ക് ഒരു ഉത്തരവാദിത്തമുണ്ട്. പലപ്പോഴും നമ്മൾ ചെയ്യേണ്ട ജോലികൾ എന്ന് പറയുന്നത് നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളായിരിക്കില്ല ജോലികൾ. അപ്പൊ വരുമാനം ഉണ്ടാക്കേണ്ട ഒരു പരിപാടി എന്ന് പറയുന്നത് നമ്മൾ ദിവസവും ചെയ്യുന്ന കാര്യമൊന്നും ആയിരിക്കില്ല. അല്ലെങ്കിൽ നിത്യജീവിതത്തിന്റെ ഭാഗമാണ്. നമ്മൾ ജോലിക്ക് പോവുക, ജോലി ചെയ്യുക, പണം നേടുക എന്നുള്ളത് യഥാർത്ഥത്തിൽ ഒരു പട്ടിക്കോ പൂച്ചയ്ക്കോ ഒരു ജോലി ഉണ്ടോ? ഇല്ല. മനുഷ്യന്റെ സ്വാഭാവിക ജീവിതത്തിൽ പെട്ടതല്ല ജോലി. അവൻ അതിനുവേണ്ടി ജീവിക്കുന്നത് ആരൊക്കെയോ പഠിപ്പിച്ചതുകൊണ്ട് അവരങ്ങനെ ജീവിച്ചു പോകുന്നു. അതുകൊണ്ട് ഇവന്റെ നൈസർഗിക ശരീരവാസനകൾക്ക് അനുസരിച്ചിട്ടുള്ളതല്ല ജോലി എന്ന് പറയുന്നത്. ഒരു കസേരയിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരിക്കുക, അല്ലെങ്കിൽ ഒരു AC റൂമിൽ വൈകുന്നേരം വരെ ഇരിക്കുക, അതല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ രാവും പകലും ഇങ്ങനെ കുത്തിപ്പിടിച്ചിരുന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, ഇതിനു വേണ്ടിയാണ് ഒരു ജീവി ഉണ്ടായിട്ടുള്ളത്. സ്വാഭാവികമായിട്ടൊരു ജീവി ഉണ്ടാകുന്നത് അതിനു വേണ്ടിയിട്ടല്ല. പക്ഷെ അവൻ ജോലി എന്നുള്ള കാര്യം അവൻ കൃത്രിമമായിട്ട് ചെയ്യുന്ന സമയത്ത് ഇവന്റെ സ്വാഭാവിക അവസ്ഥയിൽ നിന്നും മാറി നിൽക്കേണ്ടി വരുന്നുണ്ട്. ഇപ്പോ സ്കൂളിൽ പോകുന്ന അതുവരെ കുട്ടികൾക്ക് കഴിക്കും, തോന്നുമ്പോഴൊക്കെ തിന്നും, അത് കഴിഞ്ഞിട്ട് തോന്നുമ്പോഴൊക്കെ അപ്പിയിടും, തോന്നുമ്പോഴൊക്കെ മൂത്രമൊഴിക്കും. ഇതിങ്ങനെ കുട്ടികൾ പോവുക. കുട്ടികളെ സ്കൂളിൽ വിട്ടു തുടങ്ങി കുറച്ച് കഴിയുമ്പോഴേക്കും അറിയോ അവര് ഇന്റർവെല്ലിന് മാത്രം മൂത്രമൊഴിക്കുന്നവരായി തീരും. അത് കഴിഞ്ഞിട്ട് ഉയർന്ന ക്ലാസ്സുകളിലേക്കും ജോലിക്കും പോകുന്ന സമയത്ത് മറ്റേ ഓഫീസിൽ പോകുന്നതിന് മുമ്പ് മൂത്രമൊഴിക്കുക, അപ്പിയിടുക, അതിനുശേഷം ഓഫീസിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം മൂത്രമൊഴിക്കുക, അപ്പിയിടുക, ഇത് മാത്രമായിട്ട് ഒതുങ്ങുന്ന രീതിയിൽ വിസർജന പ്രക്രിയ എന്നുള്ള സ്വാഭാവികമായിട്ടുള്ള പ്രക്രിയയെ എന്നേക്കുമായിട്ട് ഇല്ലാണ്ടാക്കുന്ന ഒരു രീതിയിലേക്കാണ് നമ്മുടെ ഈ തൊഴിലുകൾ കൊണ്ടുപോകുന്നത്. അപ്പൊ ഈ ഒരു കാര്യം മാത്രം എടുക്കുക. ശരീരത്തിന്റെ സ്വാഭാവികമായ പ്രവർത്തനത്തിൽ നിന്നും മാറേണ്ടി വരുന്ന വേറൊന്നും അതിലേക്ക് പോകുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഈ പശ്ചിമയുള്ള ആളുകൾക്ക് ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാവും. നമ്മൾ ചെയ്യുന്ന മിക്കവാറും കാര്യങ്ങളും പണം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ കൃത്രിമമായിട്ട് ചെയ്യുന്ന മിക്കവാറും കാര്യങ്ങൾ ഇതുപോലെ ആയിരിക്കും. നമ്മൾ സമൂഹത്തിൽ ജീവിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് മിക്കവാറും കൃത്രിമമായിട്ടുള്ള കാര്യങ്ങളാണ്. ആ കൃത്രിമമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് പോകേണ്ടി വരുമ്പോൾ ഈ പശ്ചിമയുള്ള ആളുകൾക്ക് നിൽക്കുന്ന ഇടം വിട്ട് പോകാൻ, ഒട്ടിപ്പിടിച്ച് നിൽക്കുമ്പോൾ ഇവിടുന്ന് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്ത് താല്പര്യമുണ്ട് നമുക്കറിയാം, ജോലിക്ക് പോകണം എന്നറിയാം, പക്ഷെ എന്നാലും ജോലിക്ക് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഇതൊരു പ്രകട ഉദാഹരണം പറഞ്ഞാണ്. ഇത് ചെറിയ 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 കാര്യങ്ങൾ നമുക്ക് പ്രത്യക്ഷമായിട്ട് വരും. നമ്മൾ നിൽക്കുന്ന ആ ഒരു സംവിധാനത്തിൽ നിന്ന് വിട്ടുപോകാനുള്ള ചെറിയ ബുദ്ധിമുട്ടും. രണ്ടാമത്തെ കാര്യമാണ് ഈ രണ്ടാമത്തെ വിഭാഗത്തിലെ ആളുകളാണ് പറഞ്ഞത് യുക്തി കൂടിയ ആളുകൾ. യുക്തി കൂടിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ എവിടെ വേണമെങ്കിലും വിടും. അപ്പനെ വിടും, അമ്മയെ വിടും, എന്ത് കാര്യത്തെ വിടും, എന്തും തിരിഞ്ഞ് വേറൊരു വഴിക്ക് പോയിക്കൊണ്ടേയിരിക്കും. പക്ഷെ ആ പോകുന്ന വഴി നിൽക്കുവോ? അതുമില്ല, അവിടെ നിന്നും പോകും. അവര് ഡിസ്റ്റോർട്ട് ചെയ്ത് പോകും. വേറൊരു കൂട്ടർ എങ്ങനെയാന്ന് വെച്ചാൽ ഇത് രണ്ടിന്റെ ഇടയിലുള്ള വേറൊരു കൂട്ടരുടെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാല് അവരെ സംബന്ധിച്ചോളം അവർക്ക് താല്പര്യമുള്ളതിലേക്ക് പോകും. താല്പര്യമുള്ളതിലേക്ക് ഇങ്ങനെ കൊണ്ടുപോയി നമ്മൾ കൊണ്ടിരുന്നെങ്കിൽ അവർ താല്പര്യമുള്ളതിലേക്ക് പോകും. അങ്ങനെയുള്ളവർ കേരളത്തിൽ ഒരുപാട് പേരുണ്ട്. അതുകൊണ്ടാണ്
പലപ്പോഴും ഈ മറ്റേ മൊബൈൽ ഫോൺ വഴിയും അതുപോലെ തന്നെ പല പൈങ്കിളികൾ വഴിയും മറ്റുള്ളവരുടെ കുരട്ടും കുമ്മായ്മയും പറയുന്ന രാഷ്ട്രീയ ചർച്ചകൾ വഴിയും അന്തിച്ചർച്ചകൾ വഴിയും ഒക്കെ നമ്മളെ ഡിസ്റ്റോർട്ട് ചെയ്യാൻ നമ്മുടെ മീഡിയ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ വഴികളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കും. ഇതിന്റെ ഒക്കെ അപ്പുറത്താണ് പേഴ്സണൽ ആയിട്ടുള്ള ചില താല്പര്യങ്ങൾ. ഇപ്പൊ മദ്യത്തോടുള്ള താല്പര്യം, പുകയോടുള്ള താല്പര്യം, പിന്നെ ലൈംഗികതയോടുള്ള താല്പര്യം, പിന്നെ ലൈംഗികത വെച്ചപ്പോൾ ലൈംഗിക സാഹിത്യം പോലുള്ള കാര്യങ്ങൾ, ലൈംഗിക വീഡിയോകൾ തുടങ്ങിയ താല്പര്യം, മയക്കുമരുന്നിനോടുള്ള താല്പര്യം, അതുപോലെ തന്നെ ഈ മറ്റേ കവലപ്രസംഗങ്ങളും ചായക്കടയിൽ പോയിരുന്നുള്ള കൊനിഷ്ട് പറയലും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ താല്പര്യം. ഇതുവഴി നമ്മുടെ സ്വാഭാവിക അവസ്ഥയിൽ നിന്ന് മാറിപ്പോകുന്ന ഒരു വിഭാഗം ആളുകളും ഉണ്ട്. അപ്പോ നമ്മുടെ വ്യക്തിത്വം ഏത് തരത്തിലാണോ ഈ തരത്തിലും നമ്മൾ നമ്മുടെ വഴിയിൽ നിന്നും മാറി മാറി പോകാറുണ്ട്. നമുക്ക് എപ്പോഴും നമുക്ക് ചെയ്യേണ്ടുന്ന ദൗത്യമുണ്ടല്ലോ, നമ്മളിൽ നിയോഗിക്കപ്പെട്ട ദൗത്യം. എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മൾ നിയോഗിക്കപ്പെട്ടത് നമ്മുടെ തൊഴിലാണെന്ന്. ഞാൻ തൊഴിലിനെ പറ്റി അല്ല പറഞ്ഞത്, പക്ഷെ ഇപ്പൊ തൽക്കാലം തൊഴിലെന്ന് എടുത്താൽ മതി. നമ്മൾ നിയോഗിക്കപ്പെട്ട ദൗത്യം എന്ന് വെച്ചാൽ നമ്മുടെ ധർമ്മമാണ്. ധർമ്മമല്ല നിങ്ങളിപ്പോ ചെയ്യുന്നത്. കാരണം നിങ്ങൾ ജോലി ചെയ്യാൻ വേണ്ടി ഉണ്ടാകപ്പെട്ടവരല്ല എന്നത് മനസ്സിലാക്കുക. ആയിക്കോട്ടെ, നിങ്ങളൊരു തൊഴിലാളിയാണ്, തൊഴിലിന് പോകുന്ന ഒരാളാണ്, തൊഴിലിന് പൊക്കോളൂ. ആ തൊഴിലിന് പോകുന്ന സമയത്ത് അത് ചെയ്യണ്ടേ? അത് ചെയ്യണമല്ലോ. ഇപ്പൊ നിങ്ങൾ വിദ്യാർത്ഥിയാണ്, പരീക്ഷയുണ്ട്, പരീക്ഷയ്ക്ക് പഠിക്കണം, പഠിച്ച് പാസ്സാവണം. ഇതാണോ ഒരു ജീവിയുടെ അടിസ്ഥാന ധർമ്മം എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷെ ഇപ്പോഴത്തെ ഉത്തരവാദിത്തം അതാണ്. തൽക്കാലത്തേക്ക് പഠിക്കുകയും പാസ്സാവുകയും ചെയ്യണം. പക്ഷെ പഠിക്കാൻ പുസ്തകം എടുക്കുന്ന സമയത്ത് വേറെ ചിന്തയാണ് വരുന്നെങ്കിലോ, മൊബൈൽ നോക്കാൻ തോന്നിയാലോ, ടിക്ടോക്ക് നോക്കാൻ തോന്നിയാലോ, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം നോക്കാൻ തോന്നിയാലോ നമ്മൾ വഴിതിരിഞ്ഞു പോകും. അപ്പോ ആ വഴി തിരിയാതിരിക്കണമെങ്കിലും ഒക്കെ നമ്മുടെ പേഴ്സണാലിറ്റി ടൈപ്പ് ഏത് വിഭാഗത്തിൽപ്പെട്ടതാണ് നമുക്ക് മനസ്സിലാവണം. ഓരോ വിഭാഗത്തിനെ ഒരു തരത്തിലാണ് കൺട്രോൾ ചെയ്യേണ്ടത്, അത് നമുക്ക് മനസ്സിലാവണം. അപ്പോ അതിന് നമ്മുടെ വഴിതിരിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും വഴിതിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയണം. വേറെന്താണ് നമ്മുടെ പ്രതീക്ഷകൾ. നമുക്ക് ലോകത്ത് ഏറ്റവും നന്നായിട്ട് അറിയണ കാര്യം എന്ന് വെച്ചാൽ നമ്മുടേതല്ലാത്ത എല്ലാ കാര്യത്തെ കുറിച്ചും അറിയാം. പ്രത്യേകിച്ച് ആധുനിക കാലത്ത് ഗൂഗിളിൽ തപ്പി എന്ത് കാര്യത്തിന് ഉത്തരം കിട്ടും അതിനെക്കുറിച്ചൊക്കെ നമുക്കറിയാം. ഒട്ടും അറിയാതെ പോകുന്ന ഒരൊറ്റ കാര്യം, നമ്മൾ ആര്, നമ്മൾ എന്ത്, നമ്മൾ എവിടെയാ, നമ്മൾ എങ്ങനെയാ, നമ്മളെ കുറിച്ച് ഒന്നും അറിയില്ല. ഒരു സാധനം അറിയില്ല. എന്നാലും അഹങ്കാരത്തിന് യാതൊരു കുറവുമില്ല. നമ്മൾ ഇങ്ങനെ തലപൊക്കി ഇരിക്കുകയും ചെയ്യും. അഹങ്കാരത്തിന് കുറവില്ല, പക്ഷെ നമ്മളെ കുറിച്ച് ഒന്നും അറിയില്ല. മറ്റുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ അറിയാം. ഈ നമ്മളെ കുറിച്ച് അറിയാതിരിക്കുകയും എന്നിട്ട് നമ്മൾ ജീവിക്കേണ്ട ഒരു ലോകത്തെ കുറിച്ച് ഒരു സ്വപ്നമുണ്ട്. അത് ആരുണ്ടാക്കി തന്നതാ? സായിപ്പ് ഉണ്ടാക്കി തന്ന സ്വപ്നം. അവിടെ എനിക്ക് ഒരു കുട്ടിയാണെങ്കിൽ, കുട്ടിയെ സംബന്ധിച്ചിടത്തോളം മോന് എന്താകണം അതൊരു ക്ലീശ ചോദ്യമാണ്. എങ്കിലും മോൻ എന്താകണം അല്ലെങ്കിൽ മോക്ക് എന്താകണം എന്ന് വെച്ചാൽ എനിക്കൊരു ഡോക്ടർ ആകണം. അടുത്ത ഓപ്ഷൻ എഞ്ചിനീയർ ആകണം. വളരെ റെയർ ആയിട്ടുള്ള കുട്ടികളാണ് എനിക്ക് ഒരു കലാകാരനാകണമെന്നോ അല്ലെങ്കിൽ എനിക്ക് നല്ലൊരു മനുഷ്യരാകണമെന്നോ എനിക്ക് അച്ഛനെ പോലെ ഇന്ന ചിത്രം വരയ്ക്കുന്ന ഒരു ചിത്രം ഉണ്ടാക്കുന്ന ഒരാളാകണമെന്നോ അല്ലെങ്കിൽ എനിക്ക് നിറയെ പൂന്തോട്ടമുള്ള ഒരു ആളായി തീരണമെന്നോ. ഒരു മെഷീനെ പോലെ അല്ലാതെ മനുഷ്യനെ പോലെ സ്വതസിദ്ധമായ ഒരു സംഭവത്തിലേക്ക് ആയിത്തീരണം എന്ന് പറയുന്നവർ വളരെ കുറവാണ്. അപ്പോ മെഷീനെ പോലെ എഞ്ചിനീയറോ ഡോക്ടറോ അധ്യാപകനോ ഒക്കെ ആയിത്തീരണം എന്ന് വിചാരിക്കുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചോളം അവര് ഫ്രെയിംഡ് ആണ്. ആ ഫ്രെയിമിൽ ചെറിയ കാലം മുതൽ ഇതാണ് ജീവിതം എന്ന് മനസ്സിലാക്കി അങ്ങനെ ജീവിച്ചു പോകുന്നത് കൊണ്ട് അവര് ജീവിച്ച് മുൻപോട്ട് പോകുമ്പോൾ അവർക്ക് അതാണ് ജീവിതം എന്നാണ് മനസ്സിലാവുക. എവിടെ മനസ്സിലാവുന്നത്? ബുദ്ധിക്ക് മനസ്സിലാവുന്നതല്ല. ബുദ്ധി നിൽക്കുന്നത് ബോധതലത്തിലാണെങ്കിൽ ബുദ്ധിക്കുമകത്ത് ഉപബോധമുണ്ട്. ഈ ഉപബോധത്തിൽ ഉണ്ടാകുന്ന ചിത്രമാണ് വിശ്വാസ വ്യവസ്ഥയ്ക്ക് കാരണമാകുന്നത്. അപ്പോ എന്റെ ലോകത്ത് ഞാൻ ആയിത്തീരേണ്ടുന്ന, എന്റെ ലക്ഷ്യമാകുന്ന ലോകം എന്ന് പറയുന്നത് ഡോക്ടർമാരുടെ, ലോകം മുഴുവൻ ഡോക്ടർമാരുള്ള ഒരു അവസ്ഥ. ലോകത്ത് എല്ലാവരും ഡോക്ടർ, ഞാനും ഡോക്ടർ, അങ്ങനെ ഡോക്ടർമാരാകുന്ന ഒരവസ്ഥയാണ് വേണ്ടത് എന്നാണ് ഇയാളുടെ പാരഡൈം. ഇത് ഉപബോധത്തിലാണ് നിൽക്കുന്നത്. അതിനനുസരിച്ച് ഇയാള് ആ ഉപബോധ ചിത്രത്തെ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള പ്രാക്ടീസിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. ചെറിയ കാലം മുതലേ അതിലേക്കാണ് പോകുന്നത്. ഞാൻ ഡോക്ടറാവും എന്ന് പറഞ്ഞിട്ട് പോകുന്നിരിക്കട്ടെ, ഒരു കുട്ടി അങ്ങനെ പോകുന്നിരിക്കട്ടെ. അതിനനുസരിച്ച് അവന്റെ കാഴ്ചകളെല്ലാം കാണുന്നിടത്ത്, ഇപ്പൊ ചെരുപ്പ് കുത്തി പൂരത്തിന് പോയാൽ എന്താ കാണുക? ചെരുപ്പാണ് കാണുക. അവരെവിടെ പോയാലും എല്ലാ തരം ചെരുപ്പുകളും കണ്ടുകൊണ്ടിരിക്കും. അതുപോലെ ഡോക്ടറാകാൻ വേണ്ടി ഉള്ളിൽ അഭ്യസനം കഴിഞ്ഞ നിർദ്ദേശം കിട്ടപ്പെട്ട ഒരു കുട്ടി എവിടെ പോകുമ്പോഴും ഡോക്ടറുടെ സ്റ്റാൻഡേർഡ്, ഡോക്ടറുടെ ടൈപ്പ് കാർ, ഡോക്ടറുടെ ടൈപ്പ് വസ്ത്രം, ഡോക്ടർ കുടിക്കുന്ന കോള, ഡോക്ടർ ഉപയോഗിക്കുന്ന മറ്റേ മൊബൈൽ ഫോൺ, ഈ ഒരു സ്റ്റാൻഡേർഡിലാണ് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ അവനെ സംബന്ധിച്ചുള്ള ഒരു ജീവിത ചിത്രം കിട്ടി. അതിനനുസരിച്ചുള്ള ഒരു ജീവിത ശൈലി അവൻ ചിട്ടപ്പെടുത്തും. ചെറിയ കാലം മുതൽ അതിനനുസരിച്ച് ജീവിത ശൈലി അവൻ ചിട്ടപ്പെടുത്തും.
ഈ ചിട്ടപ്പെടുത്തുന്ന ജീവിതശൈലി വിശ്വാസത്തിന്റെയും അപ്പുറത്ത്, വിശ്വാസത്തിന്റെയും ആഴങ്ങളിൽ പോകുന്ന ശീലമായിട്ടാണ് നിൽക്കുക. അവൻ ബ്രാൻഡിങ്ങിൽ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ അവൻ ഏതെങ്കിലും തരം ഭക്ഷണത്തിൽ വിശ്വസിക്കുന്നു, ഇത്തരം ഡ്രിങ്കുകളിൽ വിശ്വസിക്കുന്നു. അവന്റെ ഒരു ലൈഫ് പാറ്റേൺ അവൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടാവും. വിശ്വാസത്തിനും അതീതമായിട്ട് അവന്റെ ജീവിതത്തിന്റെ ഒരു ശീലക്രമത്തിലൂടെ ഉണ്ടാവും. ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളും ഇത്തരം ശീലങ്ങളിൽ അഡിക്റ്റഡ് ആണ് എന്നത് കൂടെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ഈ ശീലം എവിടെയാണ് ഉണ്ടാവുന്നത്? ബോധത്തിലാണോ? നിങ്ങളുടെ ചിന്തയിലാണോ ഉണ്ടാവുന്നത്? ഒരിക്കലും അല്ല. നിങ്ങളുടെ വിശ്വാസത്തിലാണോ നിങ്ങളുടെ ശീലം ഇരിക്കുന്നത്? ഉപബോധത്തിൽ അല്ല, അവിടെയും അല്ല. അത് അവബോധത്തിലാണ്. അവബോധം എന്ന് പറയുന്നത് നിങ്ങളുടെ കലകളുടെയും കോശങ്ങളുടെയും തരാണ്. അവബോധത്തിൽ തന്നെ രണ്ട് ഭാഗങ്ങളുണ്ട്. ശിക്ഷിതാവബോധമുണ്ട്, സഹജാവബോധമുണ്ട്, ട്രെയിൻഡ് ഇൻറ്റ്യൂഷനുമുണ്ട്, സ്റ്റാറ്റിക് ഇൻറ്റ്യൂഷനുമുണ്ട്. അത് അതിനകത്തേക്കുള്ളതല്ലേ. അവിടെയാണ് നമ്മുടെ ശീലങ്ങൾ ഉള്ളത്. അപ്പൊ മനോചിത്രം മാത്രമല്ല, നമ്മുടെ ചിന്തകൾ മാത്രമല്ല, മനോചിത്രം മാത്രമല്ല, നമ്മുടെ ശീലങ്ങൾ എന്നുള്ളതും അവിടെയുണ്ട്. ഇനിയോ ഇതിന്റെയൊക്കെ അപ്പുറത്ത് വേറൊരു സംഭവം, ഇതിന്റെയൊക്കെ വെളിയിൽ വേറെയും ചില കാര്യങ്ങളുണ്ട്. ഇപ്പോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊരു കാര്യത്തെ പഠിക്കുന്നു, അറിയുന്നു. എന്നിട്ട് ഇപ്പൊ ഞാൻ മുമ്പേ പറഞ്ഞ കുട്ടി ഡോക്ടറെ പോലെ ചിന്തിക്കണം, ഡോക്ടറെ പോലെ ആവണം എന്നൊക്കെ പറയുന്നല്ലോ. ഈ കുട്ടി ഡോക്ടറെ പോലെ ബിഹേവ് ചെയ്യാൻ ശ്രമിക്കും. ശീലം എന്നുള്ളത് ഉള്ളിൽ കിടക്കുന്നുണ്ടേ, ശീലിച്ചതൊക്കെ അവിടെ ഇരിക്കുന്നു. അതിന്റെ ഒപ്പം തന്നെയാണ് ഈ കുട്ടിക്കുള്ള ബിഹേവിയർ എന്നുള്ളത്. ഡോക്ടർ ശാസ്ത്രത്തിന്റെ ആളാണ്. അപ്പൊ ഇവൻ ശാസ്ത്രത്തിന്റെ വക്താവുന്നു. എല്ലാ കാര്യവും ശാസ്ത്രീയമാണോ എന്ന് ചിന്തിക്കും, ശാസ്ത്രീയമാണോ എന്ന രീതിയിൽ സമീപിക്കും. അവിടെ ആൻഷ്യന്റ് ആയിട്ടുള്ള ട്രഡീഷൻ, ഗുരുത്വം എന്ന് പറയുന്നത്, അപ്പനും അമ്മയും പറയുന്ന കാര്യങ്ങൾ, ഇതൊന്നും അവന് ബാധകമായിരിക്കില്ല. അവന് സയന്റിഫിക് ആയിട്ട് കാര്യങ്ങൾ പോകണം എന്ന് വിചാരിച്ച് മാത്രം പോണ ആളായിരിക്കും. അതിനനുസരിച്ചായിരിക്കും ഇവന്റെ പെരുമാറ്റം. ഇവന്റെ ബാഹ്യ അവയവങ്ങളുണ്ടല്ലോ, കർമ്മേന്ദ്രിയങ്ങളുണ്ടല്ലോ, ആ കർമ്മേന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്ന ആ ഒരു തലം ആക്റ്റീവ് കോൺഷ്യസ്നെസ്സിലായിരിക്കും, പ്രകടബോധത്തിലായിരിക്കും ഇവന്റെ പ്രകടനങ്ങൾ ഉണ്ടാവുക. ഇവന്റെ ബിഹേവിയർ മുഴുവൻ അവിടെ ആയിരിക്കും ഉണ്ടാവുക. ഇവൻ എങ്ങനെ ബിഹേവ് ചെയ്യുന്നോ അതനുസരിക്കും ഇവന്റെ ലോകം ക്രമപ്പെടുക, അവന്റെ അനുഭവങ്ങൾ അതിനനുസരിച്ചാണ് ഉണ്ടാവുക. ഈ ബിഹേവിയർ എന്നുള്ളത് ഇവന്റെ ചിന്തയ്ക്കനുസരിച്ചല്ല, ഇവന്റെ വിശ്വാസത്തിനനുസരിച്ച് അല്ല, ഇവന്റെ ശീലങ്ങൾക്കനുസരിച്ച് മാത്രമല്ല, ഇവയെല്ലാം ആയിട്ട് അനുബന്ധമായി നിൽക്കുന്നതാണ് ബിഹേവിയർ എന്നുള്ളത്. ഈ ബിഹേവിയർ എങ്ങനെയാണോ, ബിഹേവിയറിനനുസരിച്ചാണ് ഇവന് കിട്ടുന്ന അനുഭവം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഒരു വ്യക്തി ഒരു കാര്യത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് അതിനെ മാറ്റിവെക്കുന്നുണ്ടെങ്കിൽ ഇയാളുടെ വ്യക്തിത്വം, പ്രകടനം, ഞാനിപ്പോ പറഞ്ഞല്ലോ, ആ പ്രകടിപ്പിക്കുന്ന കാര്യം, ആ ബിഹേവിയർ എന്നുള്ള ബിഹേവിയർ കൊണ്ട് അയാള് ഒരു പ്രത്യേക പാറ്റേണിലായിരിക്കും. ഈ ബിഹേവിയറിന് ഉതകാത്ത ഒരു പശ്ചാത്തലത്തില്, ബിഹേവിയറിന് പറ്റാത്ത ഒരു ആന്തരിക സാഹചര്യത്തില് അവൻ ആ ബിഹേവിയർ മാറ്റി ചെയ്യൂല. അത് അവന്റെ പ്രൊക്കാസ്റ്റിനേഷന് കാരണമാണ്, അവന്റെ നീട്ടിവെക്കലിന് കാരണമാണ്. ഇവന്റെ ചിന്തയ്ക്ക് ഒരു പാറ്റേൺ ഉണ്ട്, ആ പാറ്റേൺ വിട്ട് അവൻ വെളിയിൽ പോകൂല. അത് അവനെ ബാധിക്കുന്ന കാര്യമാണ്. ഇതിന്റെ ഉപബോധ ചിത്രത്തിന്റെ വെളിയിലേക്ക് പോകൂല അവൻ, ഇവന്റെ ശീലങ്ങൾക്ക് വെളിയിൽ പോകൂല. ഇതിന്റെ എല്ലാത്തിലും അകത്ത് കുരുങ്ങി നിൽക്കുന്ന ഒരു ചിത്രം ഉണ്ടാക്കി, ഇതാണ് എന്റെ ലോകം എന്ന് കരുതി ഇരിക്കുന്നിടത്ത് യാഥാർത്ഥ്യതൊന്നും അല്ലല്ലോ. ഇപ്പൊ നമ്മൾ മുമ്പേ പറഞ്ഞു, സ്കൂളിൽ പോയി കഴിഞ്ഞപ്പോ മൂത്രം ഒഴിക്കാൻ കഴിയാത്തൊരവസ്ഥ. ശരീരത്തിന്റെ ആവശ്യം എന്നുള്ള സമയാസമയത്ത് ശരീരത്തിന്റെ മാലിന്യങ്ങൾ വെളിയിലാക്കാനായിട്ട് കിഡ്നി കൃത്യമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും, ലാർജ് ഇൻറ്റസ്റ്റൈൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഇത് നടക്കുന്നതിനനുസരിച്ച് ശരീരത്തിലെ വിസർജന പ്രക്രിയ നടന്നുകൊണ്ടിരിക്കണം. സ്കൂളിൽ പോകുമ്പോൾ സ്കൂൾ മെക്കാനിസത്തിൽ ഇത് പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ കിഡ്നി പ്രവർത്തിക്കണം എന്നത് സ്കൂളുകാർക്ക് യാതൊരു നിർബന്ധമില്ല. നിങ്ങളുടെ ലാർജ് ഇൻറ്റസ്റ്റൈൻ പ്രവർത്തിക്കണം എന്ന് നിർബന്ധമില്ല. ടോയ്ലറ്റ് അവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് നിങ്ങളുടെ സൗകര്യത്തിനല്ല, നിങ്ങൾ സ്കൂളിൽ മറ്റു കാര്യങ്ങൾ സാധിക്കാതിരിക്കാൻ വേണ്ടി അപ്പുറത്ത് ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങളുടെ കൺവീനിയൻസ് അല്ല, സ്കൂളിന്റെ കൺവീനിയൻസിനാണ്. അപ്പോ നമ്മൾ നമ്മുടെ ശരീരത്തിന്റെ യഥാർത്ഥ ആവശ്യത്തിനും അപ്പുറത്തുള്ള ഒരു കാര്യത്തെയാണ് നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. അപ്പോ നമ്മുടെ ശരീരത്തിൽ എന്താണോ വേണ്ടത്, നമ്മൾ നമ്മളെ കുറിച്ച് എന്താണോ ബോധ്യമായത്, ഇതല്ലാത്തൊരു ലോകം അപ്പുറത്തുണ്ട്. ഇതല്ലാത്തൊരു ലോകം നമ്മുടെ മുന്നിലേക്ക് എത്തുകയും നമ്മുടെ പ്രതീക്ഷകൾക്ക് അപ്പുറത്തായിട്ടുള്ള ഒരു കാര്യം ഉണ്ടാവുകയും ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമുക്ക് തടസ്സം ഉണ്ടാവും, നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും, ഫേസ് ചെയ്യാനുള്ള ഡിഫിക്കൽറ്റി ഉണ്ടാവും. അപ്പൊ നമ്മുടെ പ്രതീക്ഷകൾ തകരുന്നു എന്നുള്ളതും നമ്മുടെ പ്രൊക്കാസ്റ്റിനേഷൻ ഒരു പ്രധാന കാരണമാണ്. ഇതിലേക്ക് അപ്പുറത്താണ് നമ്മൾ ചില കാര്യങ്ങളൊക്കെ ശ്രമിച്ചു കഴിഞ്ഞിട്ട് വിജയിച്ചില്ല. വിജയിക്കാതെ വരുന്ന സമയത്ത് നമ്മൾ ആലോചിക്കും. പലപ്പോഴും വിജയിക്കാതെ പോകുന്നത് വെച്ചാൽ ശരിയാവണ്ണം അതിനെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ പരാജയം സംഭവിച്ചിട്ടുണ്ടാവുക. പക്ഷെ ഒരിക്കൽ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ പരാജയപ്പെടുമോ എന്നുള്ള ഭീതി. ഏതെങ്കിലും ചെറിയ കാര്യത്തിൽ ചെറിയ കാലത്ത് നമുക്ക് ചെറുതായിരിക്കുന്ന കാലത്ത് ഉണ്ടാകാതിരിക്കാം. അപ്പൊ അതിനെക്കുറിച്ചൊരു ഭീതി വന്നു, നമുക്ക് അത് അപ്പുറത്തേക്ക് പോകാൻ കഴിയില്ല.
ഇങ്ങനെ പ്രൊക്കാസ്റ്റ് ചെയ്യാനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് അനന്തകോടിയാണ്. അല്ല, പ്രധാനപ്പെട്ട 4 കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത്. ഇതിന്റെ പരിഹാരം പറഞ്ഞിട്ട് ഞാൻ ബാക്കി പറയാം. ഇപ്പോ ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഡൈവേർട്ട് ചെയ്ത് പോകാനുള്ള കാര്യങ്ങൾ പലപ്പോഴും ഡൈവേർട്ട് ചെയ്ത് പോകും. ഡൈവേർട്ട് ചെയ്ത് പോകാതിരിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഇന്ന കാര്യം ചെയ്തിട്ട് നിർത്തുള്ളൂ എന്ന് തീരുമാനിക്കാം. 2 മിനിറ്റ് റൂൾ എന്ന് പറഞ്ഞ സാധനം കേട്ടിട്ടുണ്ടാവും. വളരെ പോപ്പുലർ ആണ്, ലോകമെമ്പാട് പ്രാക്ടീസ് ചെയ്യപ്പെടുന്ന ഒരു സംഭവമാണ് 2 മിനിറ്റ് റൂൾ. എന്ന് വെച്ചാൽ നമുക്കൊരു കാര്യം ചെയ്യാറുണ്ട്, അത് 2 മിനിറ്റിനുള്ളിൽ ചെയ്ത് തീർക്കേണ്ടതാണെങ്കിൽ അപ്പൊ അങ്ങ് ചെയ്തേക്കുക. ഇനി മാറ്റി വെക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ആ സംഭവം പിന്നെ നടക്കൂല. ഇപ്പൊ ചെയ്യാനുള്ള ഇപ്പൊ ചെയ്യാം. ഇപ്പൊ നമ്മള് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാല് പാത്രം കഴുകി വെക്കുന്നത്. ഇപ്പൊ ഞങ്ങളിവിടെ കമ്മ്യൂണിലാണ് ജീവിക്കുന്നത്, ഗുരുകുലത്തിലാണ് ജീവിക്കുന്നത്. അവരവരുടെ പാത്രം അവരവർ കഴുകണം എന്നുള്ളതാണ് ഒരു നിയമം. അപ്പൊ നമ്മുടെ പാത്രം നമ്മൾ കഴുകി വെക്കുന്ന ഒരു സാധനം കൊണ്ട് അവിടെ ഡംപ് ചെയ്യാൻ പോയാലോ, നമുക്ക് പിന്നെ ചെയ്യാന്ന് വെച്ചാലോ? അങ്ങനെ വെക്കുന്ന ഓരോന്നും കൂടി അതൊരു വലിയൊരു ഭാഗമായി, വലിയൊരു ജോലിയായി തീരും. നമ്മുടെ വസ്ത്രം കഴുകുന്നത്, നമ്മുടെ ഏത് കാര്യം ചെയ്യുന്നത്, നമ്മൾ 2 മിനിറ്റ്സിൽ തീർക്കേണ്ട കാര്യമാണെങ്കിൽ അത് അപ്പൊ ചെയ്ത് തീർന്നു. പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യപ്പെടുന്നില്ല. അതേസമയം നമ്മളത് പിന്നീട് ചെയ്യാം, എന്റെ കൺവീനിയൻസിനാണ് ഞാൻ പിന്നെ ചെയ്യാന്ന് പറഞ്ഞാൽ ഡംപ് ചെയ്യാനിരുന്നാൽ പല വീടുകളിലും അടുക്കളയിലും നമുക്ക് കാണാൻ കഴിയും ഈ ഡംപിങ്. അങ്ങനെ ഡംപ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതൊരു വലിയ ലോഡായി തീരും. ജീവിതത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇപ്പൊ നമുക്കൊരു ഒരു സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യണം, നമുക്ക് നാളെ പോവാം, മറ്റന്നാൾ പോവാം. ഇത് അവസാനം കഴിഞ്ഞ് കിട്ടിയ സർട്ടിഫിക്കറ്റിന്റെ ഡേറ്റും കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ നമുക്ക് അറ്റസ്റ്റേഷന് പോകാൻ പറ്റും. 2 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ കുറച്ചു നേരം കൊണ്ട് ചെയ്തു തീർക്കാവുന്ന കാര്യങ്ങളെ നമ്മൾ അപ്പപ്പോ ചെയ്തു തീർക്കുക എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കുക. പിന്നെ നമ്മളെ വഴിതിരിക്കുന്ന ആ കാര്യങ്ങളെ നമുക്ക് കൊണ്ടുവരാനായിട്ട് എഴുതി വെക്കുക, ടു ഡു ലിസ്റ്റുകൾ തയ്യാറാക്കുക. ഇങ്ങനെയുള്ള കുറെ ടെക്നിക്സ് ഉണ്ട്. ഇതൊന്നും അല്ല സത്യത്തിൽ പ്രശ്നമായിട്ട് വരുന്നത്. നിങ്ങൾക്ക് ഈ വക ടെക്നിക്കൊക്കെ നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ കിട്ടും. മടി മാറ്റാൻ എന്ത് ചെയ്യാം, പ്രൊക്രാസ്റ്റിനേഷൻ മാറ്റാൻ എന്ത് ചെയ്യാം എന്ന് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ ഇഷ്ടം പോലെ കിട്ടും. പിന്നെ നമ്മളിവിടെ ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തുന്നതിന്റെ പ്രസക്തി എന്താണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ബിഹേവിയർ എന്നുള്ളത് നല്ല അടിയും തൊഴിയും കിട്ടാണ്ട് നിങ്ങളുടെ ബിഹേവിയർ മാറൂല. എന്നുവെച്ചാൽ ആരെങ്കിലും ശിക്ഷണം ചെയ്ത് നിങ്ങളെ ട്രെയിൻ ചെയ്യണം എന്നല്ല പറഞ്ഞു. ജീവിതത്തിൽ കടുത്ത ഇമ്പാക്ട് വരുന്ന സമയത്ത്, ജീവിതത്തിൽ കടുത്ത ഇമ്പാക്ട് എന്ന് വെച്ചാൽ നമ്മൾ വലിയ മലയുടെ മണ്ടേന്ന് മറിഞ്ഞു വീണു, കുറെ നാൾ മുകളിലോട്ട് നോക്കി അനങ്ങാൻ വയ്യാണ്ട് കിടക്കേണ്ടി വന്നു, നിങ്ങളുടെ ശരീരത്തിന്റെ നിസ്സഹായത മനസ്സിലാക്കി, മനസ്സിന്റെ അഹങ്കാരം കൊണ്ട് ശരീരത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായി, നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ കാര്യമായിട്ടുള്ള ചേഞ്ച് വരും. നിങ്ങളുടെ ജീവിത ദർശനങ്ങളിൽ മാറ്റം വരും. അതല്ലാതെ നമ്മൾ മാറൂല. തലയ്ക്ക് അടി കിട്ടാണ്ട് നമ്മൾ മാറൂല. ചിന്ത, നമ്മുടെ ഈ ചിന്തയ്ക്ക് അതുപോലെ ആഘാതം കിട്ടുന്ന എന്തെങ്കിലും കാര്യം മാത്രമാണെങ്കിൽ ചിന്ത മാറുള്ളൂ. അല്ലാതെ ചെറിയ കാലം മുതൽ, ഇപ്പൊ നമ്മളെ പല മതങ്ങളും മിക്കവാറും ഇവിടെയുള്ള എല്ലാ മതങ്ങളും ചെറിയ കാലം മുതൽ കുട്ടികളുടെ തലയിൽ ഇങ്ങനെ മതചിന്തകൾ ഇങ്ങനെ കെട്ടി കൊണ്ടുവരും. മതചിന്തകൾ കയറ്റി കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുറച്ചു കാലം കഴിയുമ്പോൾ ഇവൻ മതത്തിന്റെ വക്താവായി. സൺഡേ സ്കൂളിൽ പോയാലോ മദ്രസയിൽ പോയാലോ അല്ലെങ്കിൽ മറ്റു ശാഖയിൽ പോയാലോ ഒക്കെ ഉണ്ടാകുന്നത് ഇതേ സാധനമാണ്. ഈ മതചിന്ത കയറി വന്ന് കുറെ കഴിയുമ്പോൾ ഇവർ ഇതിന്റെ വക്താവായി മാറും. അവിടുന്ന് പിന്നെ അവൻ മാറൂല. അപ്പൊ അവന്റെ ചിന്തയുടെ പാറ്റേൺ അത് ഉടയണം എന്നുണ്ടെങ്കിൽ, അത് ഇവന് മാറ്റം വരണമെങ്കിൽ ഇത് ഉടഞ്ഞേ പറ്റൂ. ഇത് ഉടയണം എന്നുണ്ടെങ്കിൽ ചിന്തയ്ക്ക് കടുത്ത ഇമ്പാക്റ്റുകളിൽ വല്ല ഉണ്ടാവും. അത് ഈ പറഞ്ഞതുപോലെ വല്ല മലമണ്ടേന്നോ അല്ലെങ്കിൽ ആകാശത്തുനിന്നോ താഴെ വീണ്ടി വരും. അടുത്തതാണ് ഉപബോധ ചിത്രം എന്നുള്ളത്. നമ്മുടെ വിശ്വാസങ്ങൾ, ഈ ചിന്ത വരുന്നതൊക്കെ എവിടെന്ന നമ്മുടെ ഉപബോധത്തിൽ നിന്നാണ്. അതവിടെ നിൽക്കുന്നത് ചെറിയ കാലം മുതൽ തന്നെ. ചെറിയ കാലം എന്ന് വെച്ചാൽ എപ്പോഴാണ്? ജനിച്ചതിന് ശേഷമോ? അല്ല, ജനിക്കുന്നതിനും 10 മാസം മുമ്പ്. അന്ന് മുതൽ ഇവൻ അല്ലെങ്കിൽ അവൾ കിടക്കുന്ന അമ്മയുടെ ഗർഭപാത്രം ഉണ്ടല്ലോ, ആ ഗർഭപാത്രത്തിന് ചുറ്റും അമ്മയുടെ വികാരങ്ങളുടെയും വിചാരങ്ങളുടെയും ഒരു മണ്ഡലമുണ്ട്. ആ മണ്ഡലത്തിൽ എന്തെല്ലാം സംഭവിക്കുന്നത് ഇത് ഇവന്റെ ഭൂതകാലമായിട്ട് അല്ല ഇവന്റെ കാലമായിട്ട്, ഇവന്റെ കാലാവസ്ഥയായിട്ട് മനസ്സിലാവും. ഇവന്റെ ഭാവി മുഴുവൻ അതിനകത്തേക്കായി തീരും. നമ്മുടെ അടുത്തേക്ക് ഈ ഇത്തരം അന്വേഷണങ്ങളായിട്ട് വരുന്ന ചില ആളുകളുടെ പ്രശ്നങ്ങൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് മനസ്സിലാവും. അവൻ ഇന്ന് എന്ത് മാനസികാവസ്ഥയിൽ നിൽക്കുന്നോ അതിന്റെ അടിസ്ഥാനപരമായ ആ ഒരു കാലാവസ്ഥ, മാനസിക നിലയായിരുന്നു ഇയാളെ ഗർഭം ധരിച്ചിരിക്കുന്ന സമയത്ത് അമ്മയ്ക്കുണ്ടായിരുന്നത്. ഇപ്പൊ അമ്മയോട് പോയി ചോദിക്കാൻ പറഞ്ഞാൽ അന്ന് മനസ്സിലാവും. മിക്കവാറും വീട്ടിലെ ആദ്യ കുട്ടിക്ക്, ഈ ആദ്യ കുട്ടി ഉണ്ടാവുന്ന സമയത്ത് അമ്മയ്ക്കുണ്ടല്ലോ, അമ്മയുടെ ഉള്ളില് അമ്മ കല്യാണം കഴിഞ്ഞ് ജീവിതത്തിലേക്ക് കടന്നിട്ടേ ഉണ്ടാവുള്ളൂ. ആ സമയത്ത്
ചിലപ്പോൾ പണം ഉണ്ടാക്കുന്ന കാര്യത്തിൽ അച്ഛൻ ജോലിക്ക് പോവുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് അമ്മ ഭർത്താവിന്റെ വീട്ടിൽ ഇങ്ങനെ നിൽക്കുന്ന കാലമായിരിക്കും. മിക്കവാറും ഒക്കെ അങ്ങനെ ആയിരിക്കും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ വരുമ്പോൾ അവിടെ അവർ അനുഭവിക്കേണ്ടി വരുന്ന ഡിഫിക്കൽട്ടീസ് ഒക്കെ ഉണ്ട്. ഈ ഡിഫിക്കൽട്ടീസ് എല്ലാം തന്നെ കുഞ്ഞിന്റെ ഭാഗമായി തീരും. അവന്റെ വിശ്വാസ വ്യവസ്ഥയുടെ, അവന്റെ പാരഡൈമിന്റെ ഭാഗമായിട്ടാണ് ഇത് ഡെവലപ്പ് ചെയ്തു വരിക. അങ്ങനെയുള്ള വിശ്വാസങ്ങൾ ഉണ്ടായി നിൽക്കുന്ന ഒരു കുഞ്ഞിന്റെ ഉപബോധ ചിത്രം മാറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ഈസി അല്ല. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ 1 കോടി രൂപ ഉണ്ടാവുക എന്ന് പറയുന്നുണ്ടല്ലോ. 1 കോടി രൂപ ഉണ്ടാക്കണം നമ്മൾ വിചാരിക്കുന്നു. 1 കോടി രൂപ ഉണ്ടാവാത്ത ഒരു വലിയ പ്രശ്നമൊന്നുമല്ല. ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചാൽ ഉണ്ടാവും. ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചാൽ ഉണ്ടാകുന്ന വെച്ചാൽ അതൊരു മാനസികാവസ്ഥ ഉണ്ട്. ഇപ്പൊ പണ്ട് നമ്മുടെ രാഹുൽ ഗാന്ധി ഒരു കാര്യം പറഞ്ഞു, ദാരിദ്ര്യം എന്നുള്ളത് ഒരു മാനസികാവസ്ഥയാണെന്ന് പറഞ്ഞപ്പോൾ നാട്ടുകാരൊക്കെ കൂടെ പുള്ളിയെ തല്ലാൻ പോയി. ദാരിദ്ര്യം മാനസികാവസ്ഥ മാത്രമാണ്. അതിനെക്കുറിച്ച് അറിയുന്നവർക്ക് കൃത്യമായിട്ട് അറിയാം. ദാരിദ്ര്യം എന്നുള്ളത് മാനസികാവസ്ഥയാണ്, നല്ലൊരു വിതരണക്രമത്തിലെ പ്രശ്നമല്ല. അപ്പൊ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ഒരു പാരഡൈം, ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു പാരഡൈം നമ്മുടെ ഉള്ളിൽ ഉണ്ടെന്ന് വെച്ചാൽ അത് നമ്മുടെ മാനസികാവസ്ഥയാണ്. ആ മാനസികാവസ്ഥയിൽ നിന്നും മാറണമെങ്കിൽ ഈ 1 കോടി രൂപയുടെ കാര്യം പറഞ്ഞ ആ മാനസികാവസ്ഥ ഉണ്ടല്ലോ, അത് നമ്മൾ അച്ചീവ് ചെയ്താൽ 1 കോടി രൂപ ഉണ്ടാവുക എന്നുള്ളത് ഉണ്ടായിക്കോളും. ഉണ്ടാകണം എന്ന് വിചാരിച്ചാൽ ഉണ്ടാവും. പക്ഷെ ഈ 1 കോടി രൂപ ഉണ്ടാവുക എന്നുള്ള മാനസികാവസ്ഥ ഉണ്ടാകണമെങ്കിൽ സാധാരണ രീതിയിൽ 1 കോടി രൂപ ഉണ്ടാക്കാൻ എത്രത്തോളം പാടുപെടും അതിനേക്കാളും പാടാം. പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ? 1 കോടി രൂപ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ ആ ഒരു കോടി രൂപ ഉണ്ടാകുന്ന മാനസികാവസ്ഥ, മനോനില നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഞാൻ 1 കോടി രൂപയുടെ സൈസിലേക്ക് പോകില്ല. എനിക്ക് പണം വേണ്ട, പണം വരട്ടെ എന്ന് ഞാൻ വിചാരിക്കും, പണം വന്നിരിക്കും. അങ്ങനെയാണ്. എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം അധികം വരാറില്ല. അങ്ങനെ ഇടിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അങ്ങനെ വരാറുള്ളൂ. വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ സംഭവിക്കാറുണ്ട്. അപ്പൊ നമുക്ക് അത് അത്രയേ ഉള്ളൂ, വളരെ ഈസിയാണ്. പക്ഷെ ഈ ഒരു അവസ്ഥ വരണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് എത്ര രൂപ വേണോ അത് ഉണ്ടാക്കുന്നതിനേക്കാളും വലിയ ശ്രമമായിരിക്കും അങ്ങനെ ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കില്ല. കാരണം ഇത് ഉപബോധ ചിത്രമാണ്. എപ്പോ ഉണ്ടായതായത്? അമ്മയുടെ വയറ്റിൽ കിടക്കുന്ന കാലത്തെ ഉണ്ടായതാണ്. 8 വയസ്സിന് മുമ്പ് തന്നെ ഇതിന്റെ രൂപീകരണം പൂർത്തീകരിച്ചതാണ്. അതിനുശേഷം ഇതിന് മാറ്റം വരുത്താൻ നമുക്ക് കഴിയില്ല. ഇനി അതിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോഴാണ് നമ്മുടെ ശിക്ഷിതാവബോധത്തിന്റെ തലത്തിൽ കിടക്കുന്ന ശീലങ്ങൾ. അമ്മയുടെ വയറ്റിലും മാത്രമല്ല, അതിനും മുമ്പ് തലമുറയായിട്ട് ജനിതകമായി കൈമാറിയും കിട്ടിയ ശീലങ്ങൾ. ആ ശീലങ്ങളുടെ തുടർച്ചയിലാണ് നമ്മൾ ചെന്ന് വീഴുന്നത്. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സംസ്കാരത്തിൽ, നമ്മുടെ ജീവിത പശ്ചാത്തലത്തിൽ നിന്നും എടുക്കുന്ന കാര്യങ്ങളെ കൂടി ചേർത്ത് നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ശീലങ്ങൾ. ഇതിനെ മാറ്റണമെങ്കിൽ എന്ത് ചെയ്യും? അപ്പൊ ഞാൻ മുമ്പേ പറഞ്ഞ ആ മനസ്സിന്റെ തലങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒന്ന്, ചിന്തിക്കുന്ന തലം, ബോധ മനസ്സ്. അതിന്റെ ഉള്ളില് വിശ്വാസങ്ങളുടെ തലം, ഉപബോധ മനസ്സ്. അതിന്റെ ഉള്ളില് ശിക്ഷിതാവബോധത്തിൽ ശീലങ്ങളുടെ തലം, ശിക്ഷിതാവബോധം എന്നുള്ളത്. അതിന്റെ അകത്ത് നിങ്ങളുടെ സഹജമായ ചോദനകളുള്ള ഒരവസ്ഥയുണ്ട്. അതിനുള്ള സഹജാവബോധം എന്ന് പറയുന്നത് നിങ്ങൾക്ക് പാടാനുള്ള വാസനയുണ്ട്, നിങ്ങൾക്ക് കള്ളം പറയാനുള്ള വാസനയുണ്ട്, നിങ്ങൾക്ക് കരുണ കാണിക്കാനുള്ള വാസനയുണ്ട്. ഇതെല്ലാം വരുന്നത് നിങ്ങളുടെ പരിശീലനം കൊണ്ടല്ല, നിങ്ങളുടെ ജീവിത സാഹചര്യത്തിനനുസരിച്ച് നിങ്ങളുടെ ഉള്ളിൽ നിന്നും ഉണ്ടാകുന്നതാണ്. അതിനെയാണ് സഹജാവബോധം എന്ന് പറയുക. അപ്പൊ സഹജാവബോധം, ശിക്ഷിതാവബോധം, വിശ്വാസത്തിന്റെ ഉപബോധം, ചിന്ത വരുന്ന പ്രകടമായിട്ടുള്ള ബോധം, പ്രകടബോധമല്ല, ചിന്ത വരുന്ന സത്താബോധം. അതിനുശേഷമോ നിങ്ങൾ പ്രകടിപ്പിക്കുന്നു, നിങ്ങൾ ബിഹേവ് ചെയ്യുന്നത് ഏത് തലത്തിൽ ഇരുന്നിട്ടാണ്? അത് പ്രകടബോധം എന്ന് പറയും, ആക്റ്റീവ് കോൺഷ്യസ്നസ് എന്ന് പറയും. അതിനുമപ്പുറത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പരിസരവുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ഒരു തലമുണ്ട്. ആ തലത്തിലാണ്, ഇതിന് മുമ്പത്തെ സെഷനിൽ വന്നിട്ടുള്ളവർക്ക് അറിയാം അതെന്താണെന്നുള്ളത്, ഞാനിവിടെ വിശദീകരിക്കുന്നില്ല. അതാണ് നിങ്ങളുടെ അനുഭവം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ 1 കോടി രൂപ ഉണ്ടാകുന്നത് 1 കോടി രൂപ മുമ്പിൽ നിൽക്കുന്നു പറഞ്ഞില്ലേ? മനസ്സിന്റെ ആ ഒരു തലത്തെ മനസ്സിലാക്കിയാൽ മനസ്സിലാവും എങ്ങനെയാണ് ഈ സാധനം മുമ്പിൽ വന്ന് നിൽക്കുക. അതിനെയാണ് നമ്മൾ പ്രതിബോധം എന്ന് പറയാം. അപ്പൊ ഞാൻ ഈ മനസ്സിന്റെ 6 തലങ്ങൾ പറഞ്ഞില്ലേ, ഈ 6 തലങ്ങൾ മാറാതെ നമ്മുടെ ജീവിതത്തിൽ ഒരു വിജയവും സാധ്യമാവില്ല. വിജയത്തിന് അങ്ങനെ ഒരു സാധ്യത ഇല്ലാത്തപ്പോ നമ്മുടെ ബോധം വേറൊരു പണി കാണിക്കുന്നതാണ് ഈ പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. ശരിയായ രീതിയിലുള്ള പ്രൊഡക്ടിവിറ്റി, നമ്മളെ കൊണ്ടുള്ള ശരിയായ രീതിയിലുള്ള പ്രൊഡക്ടിവിറ്റി ഉണ്ടാകാതെ അത് നമ്മുടെ സൗഖ്യത്തിലേക്ക് കൊണ്ടെത്തിക്കാത്ത ആ ഒരവസ്ഥ ബോധങ്ങളുടെ, ഈ 6 ബോധങ്ങളുടെയും താളക്കേട് കൊണ്ടുണ്ടാവുന്നതാണ്. അതിനെയാണ് നീട്ടിവെക്കൽ എന്നുള്ള അവസ്ഥ കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. നീട്ടിവെക്കൽ എന്നുള്ളത് ഒരു രോഗമല്ല, അതൊരവസ്ഥയാണ്. ഇതിനെ മാറ്റണം എന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിലുള്ള പരിപാടികൾ കൊണ്ട്, ഒരു ഞെട്ടുമ്പോൾ തൊട്ട് ഇങ്ങനെ മുൾക്കാന്ന് പറയുന്ന രീതിയിൽ ഒരു സംഭവം കൊണ്ട് മാറില്ല. ഇത് മാറണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉപബോധത്തെ, നിങ്ങളുടെ അവബോധത്തെ, നിങ്ങളുടെ ശീലത്തെ, നിങ്ങളുടെ നയിക്കുന്ന ഊർജത്തെ, നിങ്ങളുടെ ബോധത്തിന്റെ സ്വാധീനത്തെ, ബോധമണ്ഡലത്തെ ഒക്കെ സ്വാധീനിക്കാൻ കഴിയുന്ന
ഒരു സംവിധാനത്തിലൂടെ മാത്രമേ ഇത് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റുള്ളൂ. അപ്പോഴും പൂർണ്ണമായിട്ട് മാറില്ല, ജന്മത്വം എന്നുള്ളതിന്റെ സ്വാധീനം ഉണ്ടാവും. അപ്പൊ അത് പ്രയോഗിക്കണമെങ്കിലോ ഒരു കാര്യം കൂടെ ഉണ്ട്. ഞാൻ എവിടെ നിൽക്കുന്നു, പരിണാമ ശ്രേണിയിൽ ഞാൻ എവിടെ നിൽക്കുന്നു, എന്റെ ശേഷി എന്താണ്, പരിമിതി എന്താണ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവണം. ഇത്രയും മനസ്സിലാക്കിയാൽ മാത്രമേ ഈ മാറ്റം ശരിയാവുള്ളൂ. ഈ മാറ്റത്തിനെയാണ് നമ്മൾ പാറ്റേൺ ഷിഫ്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ മാനസികമായിട്ടുള്ള പാറ്റേൺ, മനസ്സെന്ന് പറയുന്നത് ബ്രെയിനിലല്ല. മരത്തിന് ബുദ്ധിയുള്ളത് ബ്രെയിനില്ല, മരത്തിന് ബ്രെയിൻ ഉണ്ടായിട്ടല്ല ബുദ്ധിയുള്ളത്, മരത്തിന് നെർവസ് സിസ്റ്റം ഉണ്ടായിട്ടല്ല മരത്തിന് ബുദ്ധിയുള്ളത്. മരം കൃത്യമായിട്ട് ഫോട്ടോട്രോപ്പിസവും ഹൈഡ്രോട്രോപ്പിസവും കാണിക്കുന്നുണ്ടല്ലോ. അതെങ്ങനെയാണ്? മനുഷ്യന് പോലും ഇല്ലാത്തതാണ് ഫോട്ടോട്രോപ്പിസം. പിന്നെ എങ്ങനെയാ മരം കാണിക്കുന്നത്? മരത്തിനും ഇതേ ഇന്റലിജൻസ് ഉണ്ട്. അപ്പോ ബ്രെയിനിലല്ല ഇതുള്ളത്. ഇത് ശരീരത്തിന്റെ എല്ലാ തലങ്ങളിലും എല്ലാ ഏരിയകളിലും ഇതിന് ഈ കോൺഷ്യസ്നെസ് ഉണ്ട്, അതിന്റെ ഇന്റലിജൻസ് ഉണ്ട്. ഇതിനെ അഡ്രസ് ചെയ്യണമെങ്കിൽ അതിനെ അറിയുന്ന സംവിധാനങ്ങൾ ഉപയോഗിച്ച് തന്നെ ചെയ്യണം. അതിനാണ് ഞങ്ങൾ ഈ 28 കൊല്ലത്തെ ഞങ്ങളുടെ പ്രാക്ടീസ് വഴി നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ള കുറെ കാര്യങ്ങൾ കൊണ്ട് ഞങ്ങളിത് മാറ്റാൻ ആളുകളെ സഹായിച്ചിട്ടുള്ളത്. ഞങ്ങളുടെ കൃത്യമായിട്ട് ലക്ഷ്യം, ഞങ്ങൾക്ക് കൃത്യമായിട്ട് ലക്ഷ്യമുണ്ട്. അങ്ങനെ ഒരാൾ ഇത്തരത്തിലൊരു മാറ്റത്തിലൂടെ മാറ്റം കൈവരിക്കുകയാണെങ്കിൽ ആ മാറ്റം കൈവരിക്കുന്നതിന് മുമ്പ് അയാൾ പ്രകൃതി എന്താണെന്ന് അയാൾ പഠിച്ചിട്ടുണ്ടാവും. ഇല്ലാണ്ട് അയാൾക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരാൾ പഠിച്ചു കഴിഞ്ഞാൽ അയാൾ സമൂഹത്തിന് ഗുണകരമായിട്ടുള്ള ഒരു നിലയുള്ള ആളായിരിക്കും. അയാളെ കൊണ്ട് സമൂഹത്തെ ദ്രോഹിക്കാൻ കഴിയില്ല, ലോകത്തിനെ ദ്രോഹിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള ഒരാൾക്ക് പൊതുലോകത്തിൽ അങ്ങനെ നിൽക്കാനും ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ള ഒരാൾക്ക് അത്തരം ഗ്രൂപ്പുകളായിട്ട് കമ്മ്യൂണിറ്റിയായിട്ട് ചേർന്ന് പോകേണ്ടി വരും. അങ്ങനെ ഒരാൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അയാൾ ഞങ്ങളായിട്ട് ചേർന്ന് നിൽക്കും. അങ്ങനെയുള്ള ആളുകളെ ഒഴിവാക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഈ പ്രാക്ടീസ് ചെയ്യിക്കുന്നത് വഴി ചെയ്യുന്നത്. അതായത് ഞങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളെ കൊണ്ട് ഈ പണി ചെയ്യിപ്പിക്കുന്നതിൽ ഒരു അജണ്ടയുണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞത്. അല്ലാണ്ട് ഞങ്ങളൊരു ഹിഡൻ അജണ്ട വെച്ചിട്ടല്ല ചെയ്യുന്നത്. കൃത്യമായിട്ട് അജണ്ട ഉണ്ട്. നിങ്ങളെ പ്രകൃതിയുടെ നിയമങ്ങൾക്കനുസരിച്ച് ക്രമപ്പെടുത്തി ഞങ്ങളിൽ ഒരാളാക്കുക എന്ന് തന്നെയാണ് ഉദ്ദേശം. ഇനി ആയില്ലെങ്കിലോ കുഴപ്പമില്ല, നിങ്ങൾ എവിടെ നിന്നാലും ശരി. നിങ്ങൾ ഞങ്ങളുടെ കൂടെ വന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഞങ്ങളുടെ ശ്രമം പാഴായി പോകില്ല. കാരണം നിങ്ങൾ എവിടെ നിന്നാലും ശരി, നിങ്ങളുടെ തൊട്ടടുത്തുള്ളതിനെ ദ്രോഹിക്കാൻ നിങ്ങൾ നിൽക്കില്ല. നിങ്ങൾ അനുകൂലപ്പെട്ട ഒരാളായി നിൽക്കും. നിങ്ങൾ ആർക്കും ദ്രോഹമില്ലാത്ത ഒരാളായിട്ട് നിൽക്കും. അപ്പൊ അതിനുവേണ്ടിയാണ് നമ്മൾ ഇങ്ങനൊരു ട്രെയിനിങ് തരുന്നത്. അപ്പോ ഞാനിപ്പോ പറഞ്ഞു പാറ്റേൺ ഷിഫ്റ്റ് എന്ന്. പാറ്റേണുകളെയാണ് മാറ്റേണ്ടത്. നമ്മുടെ ഈ മനസ്സിന്റെ 6 തലങ്ങളിലുള്ള പാറ്റേണുകളെയാണ് നമുക്ക് മാറ്റേണ്ടത്. ഈ 6 തലങ്ങളിലെ പാറ്റേണിനെ മാറ്റണം എന്നുണ്ടെങ്കിൽ അതിന് 6 തലങ്ങളെ അഡ്രസ് ചെയ്യാനുള്ള ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ബോധമാണ് ഇതിന്റെ എല്ലാ ഇടങ്ങളിലും നിൽക്കുന്നത്, അല്ലെ? ഈ ബോധത്തെ അറിയുന്ന, ബോധത്തെ നിയന്ത്രിക്കാൻ കഴിയുന്ന ചില സംവിധാനങ്ങളിലൂടെയാണ് ഇത് നടപ്പിലാവുക. ഇത് ഒരിക്കലും ഇപ്പൊ എന്റെ ക്ലാസ് കേട്ടു, ഈ ക്ലാസ് കേട്ടതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടോ? അപ്പൊ നിങ്ങൾ നീട്ടിവെക്കലിനെ എങ്ങനെ അതിജീവിക്കാന്നുള്ളൊരു പോസ്റ്റർ കണ്ടു, കൊള്ളാലോ, എന്നാ പിന്നെ നമ്മൾ നോക്കിയേക്കാന്ന് വിചാരിച്ച് വന്നു. ഈ ക്ലാസ് കേട്ടതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാവും തോന്നുന്നു? നിങ്ങൾ ഇതിന്റെ ഒരു കോഴ്സ് നിങ്ങൾ പഠിക്കുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങളൊരു പുസ്തകം വാങ്ങിച്ചു, നിങ്ങളിരുന്ന് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും നിങ്ങൾ വായിച്ചു, അതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? നിങ്ങൾക്ക് ഇപ്പൊ ഈ പറയുന്ന കാര്യങ്ങളുടെ സിദ്ധാന്തങ്ങളെ കുറിച്ച് അറിയണമെങ്കിൽ നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ഒന്ന് കയറി നോക്കിയാൽ മതി. 1300 വീഡിയോസ് ഉണ്ട്. 1, 2 അല്ല, 1300 വീഡിയോസ് ഉണ്ട്. അതിൽ പല വീഡിയോകളും 1 മണിക്കൂർ കൂടുതലാണ്. ഇത് കണ്ടു തീർക്കണമെങ്കിൽ കാലം എത്ര വേണം? ഇതുകൊണ്ടൊന്നും കാര്യമില്ല. അത്രയും വീഡിയോ ഉണ്ടായിട്ടും വീഡിയോ കണ്ടിട്ടും കാര്യമില്ല. ഇത് ഉണ്ടാവണമെങ്കിൽ നിങ്ങളിൽ മാറ്റം ഉണ്ടാവണം, നിങ്ങളുടെ ബോധത്തിൽ മാറ്റം ഉണ്ടാവണം. ചെറിയൊരു ഉദാഹരണം പറയാം. നിങ്ങൾ ആളുകളെ കാണുമ്പോൾ, നിങ്ങളുടെ മുന്നിൽ വരുന്ന ആളുകളെ കാണുമ്പോൾ പുഞ്ചിരിക്കാറുണ്ടോ? പരിചയമില്ലാത്തവരെ കാണുമ്പോൾ പുഞ്ചിരിക്കാറുണ്ടോ? ശ്രീമാരാട്ടൻ ഇപ്പൊ എന്നെ നോക്കി പുഞ്ചിരിച്ചിട്ട് കാര്യമില്ല, മറ്റുള്ളവരെ കാണുമ്പോൾ പുഞ്ചിരിക്കുമെന്ന് ആലോചിക്കും. നിങ്ങൾ പുഞ്ചിരിക്കാറുണ്ടോ? നാളെ മുതൽ നിങ്ങൾ നിങ്ങളുടെ മുന്നിലെത്തുന്ന ആരെ കണ്ടാലും എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉടനെ ആലോചിക്കുക, അപ്പുറത്തെ വീട്ടിലെ ചേട്ടന് 2 കൊടുക്കണം എന്ന് വിചാരിച്ചിരിക്കണം. അയാൾ നാളെ മുമ്പ് വരുമ്പോൾ എങ്ങനെ ഞാൻ പുഞ്ചിരിക്കും എന്ന് ആലോചിക്കുകയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾക്ക് പുഞ്ചിരിക്കാൻ പറ്റുമെന്ന്. ഞാൻ പറയുന്നു, ഞാൻ നിങ്ങളോട് ഈ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു, നിങ്ങൾ നാളെ മുതൽ രാവിലെ എഴുന്നേൽക്കുന്ന സമയം മുതൽ രാത്രി കിടക്കുന്നിടം വരെ മുമ്പിൽ ആര് വന്നാലും അവരെ നോക്കി പുഞ്ചിരിക്കണം. ഡിഫിക്കൽട്ട് അല്ലേ? കേൾക്കുമ്പോൾ ഭയങ്കര സിമ്പിൾ അല്ലേ? ഒന്ന് ചെയ്തു നോക്കൂ. നാളെ ഇത് മാത്രം ഒന്ന് ചെയ്തു നോക്കൂ. നിങ്ങളുടെ പരിശീലനത്തിന്റെ ഭാഗമായിട്ട് തരുന്ന ഒരു നിർദ്ദേശം ഇതാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞ 2-3 കാര്യങ്ങളാണ്. ഇതാണ് മുഴുവൻ എന്ന് വിചാരിക്കേണ്ട. ഒരു നിർദ്ദേശം ഇതാണ്. അപ്പൊ നിങ്ങൾ ഒരു ദിവസം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇടയ്ക്കിടയ്ക്ക് തോന്നും, അയ്യോ ഞാൻ വിട്ടുപോയി. വീണ്ടും കാണുമ്പോൾ നമ്മൾ ആലോചിക്കും, ഞാൻ പുഞ്ചിരിക്കണമെന്ന്. നിങ്ങൾ പുഞ്ചിരിക്കുന്നു.
രണ്ടാമത്തെ ദിവസം വരുന്ന നിർദ്ദേശം എന്നറിയോ? ഇന്നലത്തെ നിർദ്ദേശം പാലിക്കുക. ഇന്ന് പുഞ്ചിരിക്കൊപ്പം അവർക്ക് വേണ്ടി ഒരു പ്രാർത്ഥന കൂടെ നൽകുക. നിങ്ങൾക്ക് നന്മയുണ്ടാകണം എന്ന് അവരുടെ കണ്ണി നോക്കി ഒന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക. അത്രയേ ഉള്ളൂ. സിമ്പിളാ. ചെയ്തു നോക്കും പറയും ഇവർ എത്ര സിമ്പിളാണെന്ന്. അത്ര ഈസി അല്ല. അങ്ങനെ ഒരു മാസം ചെയ്യാം. ഒരു മാസം കേൾക്കുമ്പോ എത്ര സിമ്പിളാ അല്ലേ? ചെയ്തു നോക്കൂ. ഒരു മാസം കഴിയുമ്പോ ലോകം നിങ്ങളുടെ മുന്നിൽ പുതിയൊരു മുഖവുമായി നിൽക്കും. എല്ലാവർക്കും നിങ്ങൾ വേണ്ടപ്പെട്ടവരാകും. എല്ലാവരുടെയും സഹായങ്ങൾ നിങ്ങളിലേക്ക് എത്തും. എല്ലാവരും നിന്നുള്ള അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് എത്തും. എവിടെ നിന്നൊക്കെ പണം ബ്ലോക്ക് ആയിട്ടുള്ളതെല്ലാം നിങ്ങളിലേക്ക് ഒഴുകി വരും. സിമ്പിൾ ആയിട്ട് കിട്ടുന്ന ഒരു എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞു കേട്ടോ. നിങ്ങൾക്ക് കിട്ടാവുന്ന ഈ കോഴ്സിലൂടെ കിട്ടുന്ന ഒരു 2 ചെറിയ കാര്യങ്ങളാണ് പറഞ്ഞത്. നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ ആഭിമുഖ്യം, നിങ്ങളുടെ പരിസരത്തോട്, പരിസ്ഥിതിയോടുള്ള നിങ്ങളുടെ ആഭിമുഖ്യം എത്രത്തോളം മാറ്റം വരുത്തുന്നു, അതിനനുസരിച്ച് അത് പ്രതികരിച്ചിരിക്കും. ഇതുപോലെ നമ്മുടെ പെരുമാറ്റത്തില്, നമ്മുടെ ചിന്തയില്, ഇപ്പോ നമ്മളോട് ചോദിക്കുന്ന ദിവസവും എഴുതി വെക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾ തുടക്കത്തില് ഒരാഴ്ച ചെറിയ ചോദ്യങ്ങളായിരിക്കും. പിന്നീടുള്ള ഒരാഴ്ച എന്ന് വെച്ചാൽ നമ്മളെ അടിമുടി ഇളക്കുന്ന ചോദ്യങ്ങളായിരിക്കും. ഇളക്കി മറിച്ചിരിക്കും. പക്ഷെ നമ്മുടെ സ്വസ്ഥത മൊത്തം പോകും. നിങ്ങൾ ഇപ്പൊ അനുഭവിക്കുന്ന സ്വസ്ഥത മൊത്തം പോകും. എന്നിട്ട് നിങ്ങൾ പുതിയൊരു ഷേപ്പിലേക്ക് കൊണ്ടുവരും. നിങ്ങളുടെ ബോധം പുതിയൊരു ഷേപ്പിലേക്ക് കൊണ്ടുവരും. അങ്ങനെ ചോദ്യങ്ങള്, അഫർമേഷൻസ്, അത് നിങ്ങൾക്ക് കോമൺ ആയിട്ട് ലോകത്ത് എവിടെപ്പാലും കിട്ടുന്നതാണല്ലോ. ആത്മനിർദ്ദേശങ്ങൾ, നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പോ ഒരു വിഷമം ഉണ്ടെങ്കിൽ അത് സ്വയം പറയുന്ന ചില വചനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിയന്ത്രിക്കുക, അതുണ്ട്. പക്ഷെ അത് നമ്മൾ ഒഴിവാക്കിയതാണ്. കാരണം അത് ഫണ്ടമെന്റൽ ആയിട്ടുള്ള അഫർമേഷൻസ് ആണ് നിങ്ങൾക്ക് തരിക. ഇപ്പൊ എനിക്ക് എന്റെ ഭയം തീരണം, എന്റെ ഭയം തീരണം, എന്റെ ഭയം തീരണം, എന്റെ ഭയം തീരണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഭയം വിട്ടുപോകില്ല. അപ്പോ നമ്മള് ശാസ്ത്രീയമായി കാര്യങ്ങൾ ചിട്ടപ്പെടുത്തുന്നതിന് പകരം ഞാൻ ധീരനാകുന്നു, ഞാൻ ധീരൻ അല്ല, എനിക്ക് ധൈര്യമുണ്ട്, എനിക്ക് ധൈര്യമുണ്ട്, എനിക്ക് ധൈര്യമുണ്ട് എന്ന് പറയുന്നു, കുറച്ചൊക്കെ സഹായിക്കും. എന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ, എനിക്ക് ലോകത്തെ പേടിയാണ്, ഈ പ്രകൃതി ദുരന്തം എന്നുള്ള പേടിയാണ്, മഴ പേടിയാണ്, വെയിൽ പേടിയാണ്, ലോകത്തുള്ള സർവ്വസാധനം പേടിയാണ്. എന്നിട്ട് ഞാൻ അവസാനം പറയുന്നു ഞാൻ ധീരനാണെന്ന്. നന്നായില്ലേ? നടക്കുവോ? വർക്ക് ചെയ്യുമോ? സാധനം പശ്ചാത്തലത്തിൽ ഒരു മാറ്റവും ഇല്ല. ഞാൻ ധീരനാണെന്ന് അൻഫർമേഷൻ കൊണ്ട്. ഒളിമ്പസിന്റെ അഫർമേഷൻസ് മുഴുവൻ ഫണ്ടമെന്റൽ അഫർമേഷൻസ് ആണ്. നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച്, നിങ്ങളാകുന്ന പ്രകൃതിയെ കുറിച്ച് ബോധ്യപ്പെടുന്ന അഫർമേഷൻ ആയിരുന്നു. അങ്ങനെ തുടങ്ങി ഏതാണ്ട് 14ഓളം ദിവസങ്ങൾ കൊണ്ട് ഓരോ പുതിയ സിസ്റ്റം, ഒന്നിലധികം പുതിയ സിസ്റ്റംസ് വീതം പഠിച്ചിട്ടാണ് നമ്മൾ ഈ PSP നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. പാറ്റേൺ ഷിഫ്റ്റ് പ്രോട്ടോകോൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ആ 14 ദിവസം നിങ്ങൾ ആ പ്രോട്ടോകോളിൽ എത്തിക്കഴിയുമ്പോൾ 15ാം ദിവസം മുതൽ ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ ഈ നീട്ടിവെക്കൽ എന്നുള്ള കാര്യം, ഈ നീട്ടിവെക്കലിനെ എങ്ങനെ അതിജീവിക്കാം എന്നുള്ള കാര്യം നമ്മൾ പ്രാക്ടീസ് ചെയ്യും. അല്ലാണ്ട് പുസ്തകം വായിച്ച് പ്രാക്ടീസ് ചെയ്യുന്ന കാര്യമല്ല കേട്ടോ. തിയറി പഠിപ്പിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അന്ന് ഇഷ്ടംപോലെ തിയറി ഉണ്ടാക്കിയിട്ടില്ല, എനിക്കറിയാം. നിങ്ങളെല്ലാവരും ജോലിക്ക് പോവുകയോ നിങ്ങൾ മറ്റെന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ജീവിക്കുകയോ ചെയ്തിട്ടുള്ളതായിരിക്കും. ഞാൻ ജീവിതത്തിൽ ഇത്രയും കാലം, ഞാൻ 9ാമത്തെ വയസ്സിൽ തുടങ്ങിയ യാത്രയാണ്. ഇത്രയും കാലം ഇത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഈ കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കുകയും നടപ്പിലാക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും മാത്രം ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. ഇതല്ലാതെ വേറൊന്നും ചെയ്യാത്തതാണ്. എനിക്കത് അത്രയും ഉറപ്പുള്ളതാണ്. ആ സംഭവം ഈ ഇത്രയും തിയറികൾ ഉണ്ടാക്കിയ ഞാൻ തന്നെ പറഞ്ഞു, ഈ തിയറികൾ കൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. തിയറി എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾ ചോദിച്ചാൽ മറുപടി പറയാൻ എന്റെ കയ്യിൽ ഈ സാധനം ഉണ്ട്. പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ ഫലവത്താകണമെങ്കിൽ നിങ്ങൾ ചെയ്യണം. അല്ലാണ്ട് ഏതെങ്കിലും മന്ത്രവാദി അല്ലെങ്കിൽ ഒരു പൂജാരി അല്ലെങ്കിൽ ഒരു കുട്ടിച്ചാത്തൻ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു മുല്ലാക്ക വന്നിട്ട് എന്നാ പിന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ ആവൂല. ഇതൊരു മാജിക് അല്ല. നമ്മുടെ ഉപബോധ ചിത്രം മാറ്റി പ്രവർത്തിക്കണമെങ്കിൽ, നമ്മുടെ അവബോധ രൂപം മാറണമെങ്കിൽ, നമ്മുടെ പ്രകടബോധത്തിന്റെ കാര്യം മാറണമെങ്കിൽ നമ്മളിൽ പരിശീലനം ഉണ്ടാകണം. ഈ പരിശീലനമാണ് കാര്യം. ഓക്കെ, ഈ പരിശീലനമാണ് കാര്യം. ആ പരിശീലനത്തിന് വേണ്ടിയിരുന്ന 21 ദിവസത്തെ ഒരു പ്രാക്ടീസ് നമുക്കുണ്ട്. അതിനാണ് നമ്മൾ PSP എന്ന് പറയുക. ആ PSP എന്നുള്ളത് 21 ദിവസം കൊണ്ട് തീരുന്നതല്ല. അങ്ങനെ 21 ദിവസങ്ങൾ ചേർന്ന 5 ഘട്ടങ്ങളുണ്ട്. 1ാമത്തെ ഘട്ടം കംപ്ലീറ്റ് ചെയ്തിട്ട് 2ാമത്തെ ഘട്ടം വേണ്ടവർക്ക് ചെയ്താൽ മതി. പക്ഷെ 108 ദിവസം നിങ്ങളിത് ചെയ്താൽ നിങ്ങളുടെ ജീവിതം തിരിഞ്ഞു പോയിരിക്കും, വേറൊരു വഴിക്ക് പോയിരിക്കും. നിങ്ങളുടെ കൺട്രോളിൽ, നിങ്ങൾ പൂർണ്ണമായിട്ട് നിങ്ങളുടെ കൺട്രോളിൽ വന്നിരിക്കും. ആ ഒരു രൂപത്തിലുള്ള ഒരു പരിശീലന ക്രമമാണ് PSP എന്ന് പറയുന്നത്. അപ്പോൾ അതിലൂടെ നിങ്ങളെ കടത്തിവിടാൻ വേണ്ടിയുള്ള ആമുഖ പരിപാടിയായിട്ട് ഇതിനെ എടുക്കുക. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് എന്തൊക്കെയാണ് നിങ്ങളുടെ സംശയങ്ങൾ, നിങ്ങൾക്ക് അറിയാനുള്ളത്, അത് ചോദിക്കുക. ഞാൻ ഈ പറഞ്ഞ കാര്യത്തെക്കുറിച്ചല്ല, അതിന്റെയും അപ്പുറത്ത് ആഴങ്ങളിൽ നിങ്ങളെ ബാധിച്ചിട്ടുള്ള സംശയങ്ങളുണ്ട്, അന്വേഷണങ്ങൾ ഉണ്ടെങ്കിൽ അതും ചോദിക്കുക. ചോദ്യോത്തരിയിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ ഈ അവതരണം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.
താങ്ക് യു ഏട്ടാ സെഷൻ അവതരണത്തിന്. ഇത്രയും നേരം ഈ സെഷൻ വളരെ ശ്രദ്ധയോടുകൂടി കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. അപ്പൊ നമ്മുടെ ചോദ്യോത്തരവേളയിലേക്ക് കടക്കാം. ചോദ്യങ്ങളുള്ളവരൊന്ന് കൈ പൊക്കുകയോ അതല്ലെങ്കിൽ ഇവിടെ ചാറ്റ് ബോക്സിൽ ക്വസ്റ്റ്യൻ മാർക്ക് ഇടുകയോ ചെയ്താൽ മതി. നമ്മൾ ആ ക്രമത്തിൽ വിളിക്കാം.